നമ്മുടെ പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ നിധികളിലൊന്നായ രണ്ടാം വത്തിക്കാൻ സുനോദോസിന്റെ പ്രമാണരേഖകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ സഭയ്ക്ക് എന്താണ് നമ്മോട് ലോകത്തോട് പറയാനുള്ളത് എന്നാണ്, അഥവാ പഠിപ്പിക്കാനുള്ളത് എന്നാണ് നമ്മൾ ഈ കൺസിലിയർ ഡോക്യുമെന്റ്സിനകത്തോടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രബോധന രേഖ അത് സാക്രോസാങ്ക്തും കൊൻചീലിയമാണ്. ദൈവാരാധനയെക്കുറിച്ചുള്ള പരിശുദ്ധ സൂനോദോസ. ഈ സൂനോദോസിന്റെ പഠനത്തിലാണ് നമ്മൾ കുറച്ച് കാലങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ പറഞ്ഞു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കൗൺസിൽ ദൈവാരാധനയെക്കുറിച്ചുള്ള പരിശുദ്ധ സൂനോദോസ് സെമിനാരി പരിശീലനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് സംസാരിക്കുന്നു എന്നാണ്. ആരാധനാക്രമ പരിശീലനത്തെക്കുറിച്ച് സെമിനാരി പരിശീലനത്തിലും സന്യാസ ആശ്രമങ്ങളുടെ പരിശീലനത്തിലും ഒക്കെ എന്ത് ചെയ്യണം, ഏത് തരത്തിലുള്ള ശ്രദ്ധയുണ്ടാകണം, പരിഗണന ഉണ്ടാകണം, പ്രാധാന്യം ഉണ്ടാകണം എന്നാണ് പറയുന്നത്, അഭിലഷിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ ഇത് കൗൺസിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാതെ തന്നെ നമുക്കുണ്ടാകേണ്ട വലിയ ശ്രദ്ധയെക്കുറിച്ച് നമുക്കറിയാം. കൗൺസിൽ ഇത് ഗൗരവമുള്ളതാണെന്ന് പറയാതെ തന്നെ നമുക്കറിയാം. എങ്കിൽ പോലും കൗൺസിൽ എന്താണ് നമ്മളോട് പറയുന്നത് എന്നതിനെക്കുറിച്ച് കേൾക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഞാൻ നേരിട്ട് കൗൺസിലർ ഡോക്യുമെന്റിന്റെ ചില ഭാഗങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് 14, 15 അങ്ങനെ 14 മുതൽ ഏതാണ്ട് 20 വരെയുള്ള ചെറിയ ചെറിയ കുറച്ച് പാരഗ്രാഫുകൾ. ആ പാരഗ്രാഫുകളിലൂടെ സംസാരിക്കുന്ന പരിശീലനവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനതുകൊണ്ട് കൗൺസിലിന്റെ ഡോക്യുമെന്റിന്റെ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പറയാം. അപ്പം നമുക്ക് രണ്ട് പ്രയോജനം ഉണ്ടാവും. ഒന്ന്, കൗൺസിൽ രേഖകൾ നമുക്ക് നേരിട്ട് വായിക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്കതിനെ നേരിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റും. രണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിനൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അത് കേൾക്കുന്നത്, എന്താണ് പറയുന്നതെന്ന് നേരിട്ട് കേൾക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ അതിൻ്റെ കമൻറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ് കൗൺസിൽ നമ്മളോട് എന്താണ് പറയുന്നത് നേരിട്ട് കേൾക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് വായിക്കുന്നത്. അപ്പോൾ അതൊരു സമയം നഷ്ടമൊന്നുമല്ല. ആരംഭിക്കുന്നത് 14ാമത്തെ പാരഗ്രാഫ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എല്ലാ വിശ്വാസികളെയും ആരാധനാക്രമ ആഘോഷത്തിലെ രണ്ട് കാര്യങ്ങൾ, ബോധപൂർവകവും സജീവവുമായ ഭാഗഭാഗിത്വത്തിലേക്ക് ആനയിക്കാൻ സഭാമാതാവ് തീവ്രമായി അഭിലഷിക്കുന്നു. നോക്കുക, സകല മനുഷ്യരെയും എല്ലാ വിശ്വാസികളായ എല്ലാ മനുഷ്യരെയും ആരാധനാക്രമ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നു. വെറുതെ ആകർഷിക്കുകയല്ല, ബോധപൂർവകമായ പങ്കാളിത്തം, അതുപോലെ സജീവമായ ഭാഗഭാഗിത്വം. ബോധപൂർവകമായ സജീവമായ ഭാഗഭാഗിത്വം, ഈ രണ്ട് വാക്കുകൾക്കകത്ത് കൗൺസിലിനെ കുറിച്ചുള്ള, കൗൺസിലിന്റെ അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ ഒരാൾ എങ്ങനെ പങ്കെടുക്കണം എന്നതിന്റെ ദർശനം അതിനകത്ത് മുഴുവനായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, ബോധപൂർവം എന്നാണ്. ബോധപൂർവം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടർത്ഥങ്ങളാണ്. ഒന്ന്, ബോധ്യത്തോടെ പ്ലസ് അറിവോടെ. അതിനാണ് ബോധപൂർവകം എന്ന് പറയുന്നത്. അറിയണം, അറിഞ്ഞ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടണം. ഇത് രണ്ടിനകത്ത് ഏതെങ്കിലും ഒന്ന് പോരാ. ചില ആളുകൾക്ക് ചിലപ്പം ആരാധനാക്രമത്തെക്കുറിച്ച് അറിയാമായിരിക്കാം എന്ന് പറഞ്ഞാൽ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല. ബോധ്യപ്പെടുക എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. സോ വാട്ട്, ഇതിപ്പോൾ ഇങ്ങനെ ചെയ്താലും പ്രശ്നമൊന്നുമില്ലല്ലോ, സഭ എങ്ങനെ പറയുന്നു, ഓക്കെ. പക്ഷെ നമ്മൾ ഇത്ര കാർക്കശ്യമൊക്കെ പുലർത്തണം, നമുക്ക് ഇങ്ങനെയും ചെയ്യാമല്ലോ, ആളുകളെയും നമ്മൾ നോക്കണ്ടേ. ഇങ്ങനെ പല വിധത്തിൽ തൻ്റെ ആശയങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടാവും. അപ്പം നോക്കുക, അറിയുക എന്ന് പറയുന്ന ഒന്നാമത്തെ കാര്യം. തിരുസഭ എന്താണ് പഠിപ്പിക്കുന്നത്, ഈ കൗൺസിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആരാധനാക്രമം അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് അറിയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം. അപ്പം അറിയാനായിട്ട് നമുക്ക് നമ്മുടെ ബുദ്ധി മാത്രം മതി. ബുദ്ധി കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അഥവാ നമ്മളെ ആരെങ്കിലും ഇരുത്തി പഠിപ്പിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. ഒരു താല്പര്യമില്ലാത്ത രണ്ടുപേരെ നിർബന്ധമായിട്ട് ഇരുത്തി പഠിപ്പിച്ചാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തിയോളജി ക്ലാസ്സുകൾക്കകത്ത് പോലും താല്പര്യമില്ലാത്ത ആളുകളും ഇരുന്ന് പഠിക്കാം, ചിലപ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കാം. അപ്പം അങ്ങനെയൊക്കെ അറിയുന്നതിനൊരു പാടുമില്ല. അറിയുന്നത് ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്ക് പരിശ്രമിച്ചാൽ നേടാവുന്നതാണ് അറിവ്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? രണ്ടാമത്തെ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്. അറിവുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം നടക്കുകയുള്ളൂ താനും. രണ്ടാമത്തേത് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. തിരുസഭ എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു എന്നതിനെക്കുറിച്ച് ബോധ്യപ്പെടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. ബോധ്യപ്പെടുക എന്ന് പറയുന്നത്, ഈ അറിയുന്നവരല്ല അത് പാലിക്കുന്നത്. പലപ്പോഴും അറിയുന്നതിനേക്കാൾ അറിഞ്ഞ കാര്യങ്ങൾ ബോധ്യപ്പെട്ടവരാണ് അതിനെ വിലയുള്ളതായി കരുതുന്നത്, അത് പാലിക്കാൻ സന്നദ്ധരാകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതാനുഭവത്തിൽ തന്നെ മനസ്സിലാവും പല കാര്യങ്ങൾ. പക്ഷെ ചില കാര്യം നമുക്ക് ബോധ്യമുള്ളതായിരിക്കും. നമുക്ക് ബോധ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഞാൻ എൻ്റേതാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ബോധ്യം എന്ന് പറഞ്ഞൊരു തരം പേഴ്സണലൈസേഷനാണ്. ഇതിങ്ങനെയാണെന്ന് കേട്ടു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി അങ്ങനെയായിരിക്കും, അപ്പൊ അതാണ് എൻ്റെ ശരി എന്ന് ഞാൻ എൻ്റെ ഒരു ജീവിത നിയമമാക്കിയോ എൻ്റെ ഒരു ശരിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു നിലപാടായിട്ടോ ഞാൻ സ്വീകരിക്കുന്നതിനെയാണ് ബോധ്യപ്പെടൽ എന്ന് പറയുന്നത്.
അപ്പൊ വെറുതെ കേൾക്കുന്നത് കൊണ്ടോ പഠിക്കുന്നത് കൊണ്ടോ ഒരാൾ ബോധ്യപ്പെടണമെന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് ഇതിനകത്തൊരു കാര്യം. ബോധ്യപ്പെടുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതാണ് ബോധപൂർവകം എന്ന് പറയുന്നത്. അറിഞ്ഞ് ബോധ്യപ്പെട്ട് അത് ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നതാണ് ബോധപൂർവമായ പങ്കെടുക്കുക. അപ്പൊ അതുകൊണ്ട് തിരുസഭ ആഗ്രഹിക്കുന്നത് പോലെ ആരാധനാക്രമത്തിൽ പങ്കെടുക്കാൻ നമുക്ക് പഠനം ആവശ്യമുണ്ട്. നമ്മൾ വെറുതെ ഈശോയാണല്ലോ ഉള്ളത്, എനിക്ക് ഈശോയെ സ്നേഹിച്ചാൽ മതിയല്ലോ, ഈ സ്നേഹം സകലത്തിന്റെയും അതീതമല്ലേ, പഠിക്കാത്ത ആളുകളും ഇല്ലേ, പഠിക്കാൻ പറ്റാത്ത ആളുകളും ഇല്ലേ, എല്ലാവരും ഇപ്പൊ പഠിച്ചിട്ടാണോ പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ ഇപ്പൊ പഠനം ആവശ്യമുണ്ടോ, ദൈവം നമ്മുടെ ആത്മാവിനോടല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ന്യായങ്ങൾ പറയാം. പക്ഷേ ആരാധനാക്രമം എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് വെറുതെ ഒരു പ്രാർത്ഥന മാത്രമല്ല. എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ആരാധനാക്രമത്തിനകത്ത് തീർച്ചയായും പ്രാർത്ഥനയുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചതുപോലെ വിശ്വാസത്തിന്റെ നിയമമുണ്ട്. അതാണ് അതിനകത്തെ കാര്യം. വിശ്വാസത്തിന്റെ നിയമം അതിനകത്ത് ഉൾച്ചേർന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ് നീ വിശ്വസിക്കുന്നതെന്നും എന്തുകൊണ്ടാണ് നീ അത് വിശ്വസിക്കുന്നതെന്നും ആ വിശ്വാസത്തിന്റെ ഫലങ്ങൾ എന്താണെന്നും ഒക്കെയുള്ളതാണല്ലോ വിശ്വാസത്തിന്റെ നിയമം എന്ന് പറയുന്നത്. അത് അതിനകത്ത് ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ആരാധനാക്രമത്തെക്കുറിച്ചുള്ള അറിവ് വെറുതെ ചില റൂബ്രിക്സിനെ കുറിച്ചുള്ള അറിവ് മാത്രമല്ല, അതിൽ ആരാധനാക്രമത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ദൈവീക രഹസ്യങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. ചിലപ്പോൾ ഒരു പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിക്കാത്ത ഒരാൾ കുർബാനയിൽ പങ്കെടുക്കുന്നതും പഠിച്ചറിഞ്ഞ് ബോധ്യപ്പെട്ട ഒരാൾ പങ്കെടുക്കുന്നതും തമ്മിൽ സാരമായ വ്യത്യാസമുണ്ട്. പരിശുദ്ധ സഭാമാതാവ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ അങ്ങനെ ബോധ്യപ്പെട്ടതിൽ പങ്കെടുക്കണമെന്നാണ്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ജനമെല്ലാം പോകുന്നു, നമ്മളും ആ കുർത്തി അവിടെ പോയി നിൽക്കുന്നു, പ്രാർത്ഥനയല്ലേ മലയാളത്തിലല്ലേ നമുക്ക് പറയാലോ എന്ന മട്ടിൽ ലൈറ്റായിട്ട് അതിനെ കരുതുക എന്നുള്ളതല്ല. സഭമാതാവ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്ന സ്വർഗീയ രഹസ്യങ്ങൾ, വെളിപ്പെടുത്തപ്പെട്ട നിത്യസത്യങ്ങൾ, അവയെക്കുറിച്ചുള്ള ആഴമുള്ള ബോധ്യം നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നവരും അത് പരികർമ്മം ചെയ്യുന്നവരും ഇത് ആഴത്തിൽ പഠിച്ചിരിക്കണം. പങ്കെടുക്കുന്നവരും പഠിക്കണം, പരികർമ്മം ചെയ്യുന്നവരും പഠിക്കും. പലപ്പോഴും പരികർമ്മം ചെയ്യുന്നവർ പഠിക്കാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, പഠിക്കേണ്ടി വരാറുണ്ടെന്ന് വേണേൽ പറയാം. വൈദിക പരിശീലനത്തിലൊക്കെ ആയിരിക്കുന്നവരെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ മറുവശത്ത് എന്താണ്, അത് സ്വീകരിക്കുന്നവർ പലപ്പോഴും പഠിപ്പിക്കപ്പെടാറുമില്ല, പലരും പഠിക്കാൻ ശ്രമിക്കാറുമില്ല, അവർ പങ്കെടുക്കാൻ ശ്രമിക്കാറ് മാത്രമേ ഉള്ളൂ. പക്ഷെ പങ്കെടുക്കൽ എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമായിട്ട് അവസാനിക്കും പലപ്പോഴും. അതുകൊണ്ട് ഈ ബോധപൂർവകമായ ആരാധനാക്രമ ഭാഗഭാഗിത്വം നടക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യം വേണം. പഠിക്കുന്നെങ്കിൽ പഠിക്കുക, രണ്ട് ബോധ്യപ്പെടണം. ബോധ്യപ്പെടാനായിട്ട് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നറിയാമോ? ഒന്ന് എളിമയാണ്. എന്ന് വെച്ചാൽ ദൈവിക രഹസ്യമാണ് പഠിപ്പിക്കുന്നതെന്ന് അല്ലെങ്കിൽ ആരാധനാക്രമത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നതെന്ന് എളിമയോടുകൂടെ അറിയണം. ഇത് ഒരു ഇന്റലക്ച്വൽ എക്സസൈസ് ആയിട്ടോ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ട്, ലിറ്ററേച്ചറുടെ പരീക്ഷ വരുന്നുണ്ട്, ജയിക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് പഠിക്കാം, തീർച്ചയായിട്ടും പഠിക്കാം. അതിനപ്പുറത്ത് എളിമയോടുകൂടെ ഇത് സ്വർഗീയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തുന്നതാണ്. അത് തിരുസഭ അതിൻ്റെ സജീവ പാരമ്പര്യത്തിൽ കൈമാറിയതാണ്. സഭ മുഴുവനും ദൈവത്തോട് സംസാരിച്ച സംഭാഷണമാണത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരാൾക്ക് എളിമയോടെ അതിൽ പങ്കെടുക്കാൻ പറ്റും, എളിമയോടെ സ്വീകരിക്കാൻ പറ്റും. ഇല്ല എന്ത് പറ്റുമെന്നറിയാമോ? ഇതിന്റെ അധികാരി ഞാനാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്കിഷ്ടമുള്ളത് ഞാൻ പരികർമ്മം ചെയ്യും, ജനത്തിന് ആവശ്യമുണ്ട് കൂടെ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് എന്ന മട്ടിലൊക്കെ വേണമെങ്കിൽ ഒരാൾക്ക് ഇതിനെ പരികർമ്മം ചെയ്യാൻ പറ്റും. അറിവുണ്ട് എന്ന ധാരണയിൽ തന്നെ, ഇതൊക്കെ ഞാൻ കുറെ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കാര്യമൊക്കെ എനിക്കറിയാം എന്ന മട്ടിൽ വേണമെങ്കിൽ പോലും ഒരാൾ അതേസമയം എളിമയോടുകൂടെ അത്, എളിമ എന്ന് പറയുന്ന ഒരു പുണ്യം, ഒരു ആധ്യാത്മികമായ വിശ്വാസ രഹസ്യങ്ങളോടുള്ള എളിമ, അതുള്ള ഒരാൾക്കാണ് എന്താ പറയാ, ഒരു ആരാധനാക്രമത്തെ അതിൻ്റെ ശുദ്ധതയിലും പൂർണ്ണതയിലും പരികർമ്മം ചെയ്യാനുള്ള സന്നദ്ധത ഉണ്ടാവുകയുള്ളൂ. സഭ നൽകുന്നത് പോലെ അത് ചെയ്യാനുള്ള സന്നദ്ധതയുണ്ടാവും. അല്ലെങ്കിൽ ഇതിപ്പം എൻ്റെ ബുദ്ധിക്ക് അനുസരിച്ച് എനിക്കറിയാലോ പരിപാടി എന്ന മട്ടിൽ ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്, പരികർമ്മം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ എളിമയെന്ന് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് പ്രത്യേകം പറഞ്ഞു. രണ്ടാമത്തേത് ഒരു വിശ്വാസമാണ്, ദൈവത്തിലുള്ള ദൈവിക കാര്യത്തിലുള്ള വിശ്വാസമാണ്. ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ പിന്നാലെ പോകും. ഏറ്റവും പ്രധാനപ്പെട്ടത് എളിമയാണ്. അതാണ് നമ്മളെ വിശ്വസ്തതയിലേക്ക് നയിക്കുന്നത്. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് കിടക്കും. വിശ്വസ്തതയുള്ളവർക്ക് എളിമയുണ്ടാവും, എളിമയുള്ളവർക്ക് വിശ്വസ്തതയുണ്ടാകും. ഇതാണ് അതിനകത്തെ കാര്യം. ഇനി ബോധപൂർവമായ സജീവമായ ഭാഗഭാഗിത്വം. സജീവമായ ഭാഗഭാഗിത്വം എന്ന് പറഞ്ഞാൽ ജീവനോടെയുള്ള അഥവാ ജീവനോടുകൂടിയ എന്നൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ ലൈവായിട്ടുള്ള ആക്റ്റീവായ ഭാഗഭാഗിത്വം. ഒന്ന് ബോധപൂർവമാണെങ്കിൽ, രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ പങ്കാളിത്തത്തോടു കൂടിയുള്ള, അതിനകത്ത് ഉൾച്ചേർന്നുകൊണ്ടുള്ള, എന്നെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ടുള്ള പങ്കാളിത്തത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാഗഭാഗത്തിലേക്ക് നയിക്കുന്ന തീവ്രമായി അഭിലഷിക്കുന്നു എന്ന് പഠിപ്പിക്കുക. എന്നിട്ടോ എന്തുകൊണ്ടാണത്? ആരാധനാക്രമത്തിന്റെ സ്വഭാവം തന്നെ ഇത് ആവശ്യപ്പെടും.
ആരാധനാക്രമത്തിന്റെ സ്വഭാവം തന്നെ ഇത് ആവശ്യപ്പെടും. പക്ഷെ അതെന്ത് സ്വഭാവമാണ് ആവശ്യപ്പെടുന്നതെന്ന് കൗൺസിൽ വിശദീകരിക്കുന്നില്ല. അതാണ് അതിനകത്തൊരു ഇത് ഭയങ്കര എന്താ പറയുക, വിശദീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു വാചകമാണ്. കൗൺസിൽ ഡോക്യുമെന്റുകൾക്കകത്ത് അപൂർവമായി മാത്രം കാണുന്ന ഒരു പ്രതിഭാസമാണ് ഇത്. നമ്മളിങ്ങനെ വായിക്കുകയാണ്, തീവ്രമായി അഭിലഷിക്കുന്നു, എന്നിട്ടോ ആരാധനക്രമത്തിന്റെ സ്വഭാവം തന്നെ ഇത് ആവശ്യപ്പെടുന്നു. ഏത്? ഈ സജീവ പങ്കാളിത്തം ആവശ്യപ്പെടുന്നു. എന്തായിരിക്കും അങ്ങനെ പറയാൻ കാരണം? പറയാനുള്ള കാരണം ഇതാണ്, നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാരണം ഇതാണ്. ആരാധനാക്രമം അത് എന്താ പറയാ, ഇങ്ങനെ ഒരു ഒരു പരമ്പരാഗതമായി പണ്ടുകാലത്ത് ചെയ്ത ഒരു അനുഷ്ഠാനത്തെ റിപ്പീറ്റ് ചെയ്യലല്ല. അത് വെറുതെ പണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, അതുകൊണ്ട് നമ്മളിപ്പോഴും അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വെറുതെ ഒരു 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 ഹിസ്റ്ററിയിലുള്ള ഒരു ഇവന്റിനെ അല്ലെങ്കിൽ ഒരു ഉയർന്നു ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥന നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിട്ട് വീണ്ടും വീണ്ടും ചുമ്മാ അങ്ങ് ആവർത്തിക്കുന്നത് പോലെ പണ്ടുണ്ടായിരുന്ന ഒരു ക്രമത്തെ നമ്മൾ വെറുതെ അങ്ങോട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലെ ഒരു സംഭവത്തെ, ഒരു പഴഞ്ചൻ കാര്യത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിക്കലല്ല ആരാധനാക്രമത്തിൽ നടക്കുന്നത്. അതൊരു കോൺസ്റ്റന്റ് എൻകൗണ്ടറാണ്. അതായത് മിശിഹായോടും മിശിഹ രഹസ്യങ്ങളോടുമുള്ള മനുഷ്യാത്മാവിന്റെ നേരിട്ടുള്ള കണ്ടുമുട്ടലാണ്. അത് സജീവമാണ്, അത് സംഭാഷണപരമാണ്, ഡയലോജിക്കലാണ്, സംഭാഷണപരമാണ്. ദൈവം നമ്മുടെ ആത്മാവിൽ സംസാരിക്കുകയും പരിശുദ്ധ സഭാഗാത്രത്തോട് സംസാരിക്കുകയും മിശിഹായുടെ ശരീരമാകുന്ന സഭ, നമ്മളൊക്കെ ഉൾച്ചേർന്നിരിക്കുന്ന സഭാഗാത്രം ത്രിത്വത്തോട് സംവേദിക്കുകയും ത്രിത്വത്തിൽ ഉൾച്ചേരുകയും ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് ഇതെന്താ നടക്കുന്നതെന്ന് അറിയുകയും ചെയ്യണം, ബോധ്യപ്പെടുകയും ചെയ്യണം. അത് 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 തീവ്രമായി അനുഭവിച്ച് ആഘോഷിക്കുകയും ചെയ്യണം. അത് അതിൻ്റെ സ്വഭാവമാണ്. ഈ ആരാധനക്രമം വെറുതെ ഒരു കാര്യം ഏറ്റുചൊല്ലലോ അല്ലെങ്കിൽ ഒരു യാഗമൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ റൂബ്രിക്സ് ഇങ്ങനെ ചെയ്യുന്നു, അപ്പൊ അതിന് ഫലം ഉണ്ടാകുന്നു. ഒരു ക്രിയ ചെയ്യുന്നു, ആ ക്രിയയ്ക്ക് ഫലം ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സജീവ പങ്കാളിത്തത്തിനൊന്നും വിഷയമില്ല. പകരം ഇത് ഒരു ഗാഡ് ഹ്യൂമൻ എൻകൗണ്ടറാണ്. ദൈവത്തോട് ചരിത്രാതീതമായ മിശിഹ നമുക്ക് തന്ന വലിയ ദാനം, അവിടുത്തെ പസ്കൽ മിസ്റ്ററിയിലൂടെയൊക്കെ പൂർത്തീകരിക്കുന്ന അവിടുത്തെ ആത്മദാനത്തിന്റെ, സ്വയം വെളിപ്പെടുത്തലിന്റെയും ആത്മദാനത്തിന്റെയും നമുക്കായി അർപ്പിച്ച ബലിയുടെയും ഫലങ്ങൾ നമുക്ക് തരിക മാത്രമല്ല, അതിൽ നമ്മളെ പങ്കുചേർക്കുകയും കൂടെ ചെയ്യുന്ന വളരെ ക്രിയേറ്റീവ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എൻകൗണ്ടർ ആണത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ബോധ്യം ആവശ്യമുണ്ട്, അതിനകത്ത് സജീവമായ പങ്കാളിത്തം ആവശ്യമുണ്ട്. അത് ആരാധനാക്രമത്തിന്റെ അതിനകത്ത് ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നാണ് കൗൺസിൽ പറഞ്ഞത്. ഇനി അടുത്തെന്നറിയാമോ, ഇതിലേക്ക് ക്രൈസ്തവ ജനത ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവജനത്തിന് ഒരു പങ്കാളിത്തമുണ്ട്, ദൈവജനത്തിന് പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തത്തിന്റെ കാരണം പറഞ്ഞിട്ട് എന്തുതരം പങ്കാളിത്തമാണ്, എന്തുതരം അവകാശമാണ് എന്ന് പറയാം. അത് 1 പത്രോസ് 2:9 അതാണ് തിരുസഭ കോട്ട് ചെയ്യുന്നത്. ബൈബിൾ എടുക്കാൻ ഉള്ളവർക്ക് എടുക്കാം, അത് വായിക്കാം. 1 പത്രോസ്, നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പയുടെ ആദ്യത്തെ ലേഖനം, 2-ാമത്തെ അധ്യായം 9-ാം തിരുവചനം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വചനഭാഗമാണ്. വായിക്കാമോ? ആർക്കെങ്കിലും വായിക്കാം? 1 പത്രോസ് 2:9. എന്നാൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും. രണ്ടാമത്താണ് പ്രധാനപ്പെട്ടത്, രാജകീയ പുരോഹിത ഗണമാണ്. റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ്, രാജകീയ പുരോഹിത ഗണമാണ്. പുരോഹിത ഗണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചേർന്നിരിക്കുന്ന എന്താണ്? ബലിയർപ്പിക്കാൻ അധികാരമുള്ള വംശം എന്നാണ് അതിന്റെ അർത്ഥം. പഴയ നിയമത്തിനകത്ത് പുരോഹിത ഗണം ഒരു ഗണമേ ഉണ്ടായിരുന്നുള്ളൂ. ആരായിരുന്നു അത്? ലേവായ ഗണമാണ്, അല്ലെങ്കിൽ ഗോത്രമാണ്. ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട്, ദേവാലയവുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്ന ഒരു ഗണം. ബാക്കി 11 ഗോത്രങ്ങളും ആ ഗണത്തിൽ പെടുന്നതല്ല, വിഭാഗത്തിൽ പെടുന്നതല്ല. എന്നാൽ പരിശുദ്ധ സഭയെക്കുറിച്ച് മാർപ്പാപ്പയുടെ വാക്കുകളിലൂടെ മിശിഹ നമ്മെ ദൈവവചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ രാജകീയ പുരോഹിത ഗണമാണ്. ഇതൊരു ഭയങ്കര കോമ്പിനേഷനാണ്. ഈ പഴയ നിയമകാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ രാജാക്കന്മാരും ഉണ്ട്, പുരോഹിതന്മാരും ഉണ്ട്. രാജാക്കന്മാരും അഭിഷേകം ചെയ്യപ്പെടാറുണ്ട്, പുരോഹിതന്മാരും അഭിഷേകം ചെയ്യപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ രാജകീയ പുരോഹിതൻ ഗണമെന്ന് വിളിക്കുന്നത്? അത് മിശിഹായുടെ പൗരോഹിത്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടുത്തെ പൗരോഹിത്യത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടുത്തെ പൗരോഹിത്യത്തിൽ പഴയ നിയമത്തിലെ 3 ദൗത്യങ്ങൾ സംയോജിക്കുന്നു. നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണത്? 1 പ്രവാചക ദൗത്യം.
പ്രവാചകന്മാരുണ്ടായിരുന്നു പഴയ നിയമത്തിൽ, അവർ അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. 2 രാജാക്കന്മാരുണ്ടായിരുന്നു, അവർ ജനത്തെ നയിച്ചിരുന്നു, അവരും അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. 3-മത്തേത് പുരോഹിതരുണ്ടായിരുന്നു, അവരും അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. ഈ 3 ഗണത്തിലുള്ള ആളുകളാണ് ഇസ്രായേലിനെ നയിച്ചിരുന്നത് മുഴുവനും. അഥവാ ഇസ്രായേലിന്റെ ഒരു ലൈഫിന്റെ ടോട്ടാലിറ്റിയെ ഈ 3 നേതൃത്വങ്ങളിലൂടെ കാണാൻ പറ്റും. ഇത് 3ഉം കൂടെ ഈശോ മിശിഹായിൽ ഒരുമിച്ച് ചേരും. ഇതാണ് പഴയ നിയമ കാലഘട്ടത്തിൽ 3ആയി നിന്നിരുന്ന കാര്യങ്ങൾ 3ഉം ഈശോയിൽ ഒരുമിച്ച് ചേരും. അവിടുന്ന് ഒരേ സമയം പ്രവാചക ദൗത്യമുള്ളവനാണ്, അഥവാ പഠിപ്പിക്കുന്നവനാണ്. 2 രാജകീയ ദൗത്യമുള്ളവനാണ്, ഭരിക്കുന്നവനാണ്. മൂന്നാമത്തേത് ബലിയർപ്പിക്കുന്നവനാണ്, പുരോഹിതനാണ്. ഈ 3 ദൗത്യങ്ങളോട് ഉൾച്ചേർന്ന് ആ മിശിഹായുടെ അതേ പൗരോഹിത്യത്തിലെ വ്യത്യസ്തമായ ഒരു പങ്കുചേരലാണ് ദൈവജനത്തിന്റെ പങ്കുചേരൽ. അതുകൊണ്ടാണ് നാം രാജകീയ പുരോഹിത ഗണമാണ് എന്ന് പറയുന്നത്. 3-മത്തെ നാം വിശുദ്ധ ജനമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് വിശുദ്ധ ജനം എന്ന് പറയുന്നത്? നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മൾ വിശുദ്ധി പ്രാപിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മളൊക്കെ നാമകരണം ചെയ്യപ്പെടാൻ പറ്റുന്ന പരുവത്തിൽ ഇരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പകരം നമ്മൾ മാമോദിസ സ്വീകരിച്ചവരാണ് എന്നാണ് അതിന്റെ അർത്ഥം. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ അർത്ഥം നാം മാമോദിസ സ്വീകരിച്ചിരിക്കുന്നതാണ്. പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുകയും അവിടുത്തെ രക്തത്താൽ അവിടുന്ന് നമ്മെ കഴുകി, ജലത്താലും അഗ്നിയാലും നാം ശുദ്ധി ചെയ്യപ്പെട്ടു. ജലത്താലും അഗ്നിയാലും ശുദ്ധിയപ്പെട്ടു. ജലം കൊണ്ട് കഴുകുകയും അഗ്നി കൊണ്ട് ഉരുക്കി ശുദ്ധി ചെയ്യപ്പെടുകയും ചെയ്തതിനെ കുറിച്ച് പറയാം. അങ്ങനെ പരിശുദ്ധ മാമോദിസ നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ശുദ്ധീകരിച്ചു എന്നാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് നമ്മളെല്ലാം വിശുദ്ധരായി തീർന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പകരം പരിശുദ്ധ മാമോദിസ സ്വീകരിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ രാജകീയ പുരോഹിത ഗണമാകുന്നത്. മാമോദിസ സ്വീകരിക്കുന്നത് വഴി മിശിഹായുടെ ശരീരത്തിന്റെ അവയവമാകും, മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകും. അതുകൊണ്ട് തന്നെ ദൈവജനത്തിന്റെ പൗരോഹിത്യം വിളിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. എങ്ങനെയാണത് വിളിക്കപ്പെടുന്നത്? പലപ്പോഴും നമ്മൾ രാജകീയ പൗരോഹിത്യം എന്നാണ് സിമ്പിളായിട്ട് അങ്ങ് പറയാറുള്ളത്. അതൊരു സ്ക്രിപ്ചറൽ ടെർമിനോളജിയാണ്. പക്ഷെ അതിന്റെ ശരിയായ പദം മാമോദിസ പൗരോഹിത്യം എന്നാണ്. മാമോദിസ പൗരോഹിത്യം എന്നാണ്. ദൈവജനത്തിന് മുഴുവനുള്ള പൗരോഹിത്യത്തിന്റെ പേരാണ് മാമോദിസ പൗരോഹിത്യം, ബാപ്റ്റിസ്മൽ പ്രീസ്റ്റ്ഹുഡ്. അതെന്താണ്? അതായത് ഈ മാമോദിസയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈശോ മിശിഹായുടെ ബലിയർപ്പണം. അവിടുന്നാണ് ബലിയർപ്പകനും ബലിവസ്തുവും. അവിടുന്ന് തന്നെ ബലിയായി അർപ്പിച്ചു. അവിടുന്ന് കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർപ്പിക്കപ്പെട്ടു. ഇതാണ് അവിടുത്തെ പൗരോഹിത്യത്തിന്റെ പ്രവൃത്തി. ഇനി മാമോദിസ സ്വീകരിക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? മാമോദിസ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോമാലേഖനത്തിനകത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാം എന്തിനാണ് മാമോദിസ സ്വീകരിച്ചത്? മിശിഹായോട് ഐക്യപ്പെടാൻ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് മാമോദിസ സ്വീകരിച്ചത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? വെച്ചാൽ അവന്റെ കൂടെ മരിക്കുന്നു. 2, അവനോടുകൂടെ മരിച്ച നാം അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. 3-മത്തേത്, ഇത് നാം നിത്യജീവനിൽ അവനോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതിനാണ്. അപ്പം മരിക്കിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നതാണ് മാമോദിസ. നമ്മൾ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് മാമോദിസ മുങ്ങുക എന്നുള്ള പ്രതീകം തന്നെ ഉപയോഗിക്കുന്നത്. അതായത് മരിക്കുന്നു, ഒരാളെ കല്ലറയിലേക്ക് അടക്കുന്നത് പോലെ ജലത്തിലേക്ക് ആഴ്ത്തുന്നു, എന്നിട്ട് അവിടെ നിന്ന് ഉയർക്കുന്നത് പോലെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഈശോയോട് കൂടെ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുന്നു. ഈശോയുടെ പൗരോഹിത്യത്തിന്റെ പ്രവൃത്തി എന്താണ്? നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്യുന്ന പുരോഹിതനാണ് അവിടുന്ന്. കാരണം അവിടുന്ന് അർപ്പിക്കുന്ന ബലി തൻ്റെ തന്നെ ശരീരമാണ്, തൻ്റെ തന്നെ ബലിയാണ്, തന്നെയാണ് ബലിയെ അർപ്പിക്കുന്നത്. അപ്പം ആ ബലിയർപ്പണത്തിലാണ് അവിടുന്ന് പുരോഹിതനാകുന്നത്. നമ്മളെന്താ ചെയ്യുന്ന മാമോദിസയിൽ ഇതേ കാര്യം നമ്മൾ സ്വീകരിക്കുന്നു. അതായത് അവനോടുകൂടെ മരിക്കുന്നു, അടക്കപ്പെടുന്നു, ഉയർപ്പിക്കപ്പെടുന്നു. ഈശോയുടെ പൗരോഹിത്യ പ്രവൃത്തികൾക്കകത്ത് നമ്മൾ പങ്കാളിയാകുന്നു. അങ്ങനെ അത് സ്വീകരിക്കുന്ന വഴി ആരാധനക്രമത്തിലെ മാമോദിസ എന്ന ആദ്യത്തെ കുദാശയിൽ നാം അതേ പൗരോഹിത്യത്തിന്റെ സ്ഥാപനത്തെ തന്നെ, അല്ലെങ്കിൽ ആ പൗരോഹിത്യത്തിന്റെ പ്രവൃത്തിയെ തന്നെ മാമോദിസ സ്വീകരിക്കുന്ന ഒരാൾ ഉൾക്കൊള്ളുന്നത് കൊണ്ട് സത്യത്തിൽ നമുക്ക് ആ പൗരോഹിത്യത്തിനകത്തും പങ്കാളിത്തം ഉണ്ടാകും. ഈശോ മിശിഹായുടെ പൗരോഹിത്യത്തിൽ പങ്കാളിത്തം ഉണ്ടാകും. നമ്മളും അവിടുത്തോടൊപ്പം നമ്മളെ തന്നെ ബലിയർപ്പിക്കുന്നവരും ബലിയർപ്പകരുമായി മാറും. അത് പൗരോഹിത്യം ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ പല പ്രാവശ്യം മുമ്പ് പഠിച്ചിട്ടുണ്ട്. ആത്മായ സമൂഹം അവരുടെ അനുദിന ജീവിതത്തിലൂടെ, അതിൻ്റെ ക്ലേശങ്ങളിലൂടെ, കുടുംബജീവിതത്തിലൂടെ, ലോകത്തിൽ നടത്തുന്ന പ്രേക്ഷിത ശുശ്രൂഷയിലൂടെയൊക്കെയാണ് ഈ പൗരോഹിത്യത്തിന്റെ കർമ്മം നിർവഹിക്കുന്നത്. എന്നാൽ വൈദികരെന്താ ചെയ്യുന്നത്? ശുശ്രൂഷ പോലും സ്വീകരിച്ചവരെന്താ ചെയ്യുന്നത്? അവർ ദൈവജനത്തിന് വേണ്ടി പ്രതീകങ്ങൾ ഉപയോഗിച്ച് ബലിയർപ്പിക്കുന്നു. അടയാളങ്ങളും പ്രതീകങ്ങളും ഉപയോഗിച്ച് ബലിയർപ്പിക്കുന്നു. അതായത് അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ മിശിഹായെ സന്നിഹിതനാക്കുന്ന ബലിയർപ്പിക്കുന്നു. ദൈവജനമാണ് എന്ത് ചെയ്യുന്നു? അവരുടെ ജീവിതം തന്നെ ബലിയായി അർപ്പിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കും, അപ്പൊ അച്ഛനപ്പം ജീവിതം ബലിയായി അർപ്പിക്കുന്നില്ലേ? സംശയിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമോദിസ പൗരോഹിത്യം വൈദികർക്കുണ്ട്. അവരതാണല്ലോ ആദ്യം സ്വീകരിച്ചത്. അതിന്റെ മീതെയാണ് ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചത്. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്കും ഈ ജീവിതം ബലിയർപ്പിക്കലുണ്ട്. ഇനി വൈദികരെ സംബന്ധിച്ച് അവർക്ക് മാത്രമാണ് റിയലൈസിങ് സിംബൽസ് ഉപയോഗിച്ച്, അതായത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്ന പ്രതീകങ്ങൾ ഉപയോഗിച്ച്, എന്ന് വെച്ചാൽ ഈശോ മിശിഹായുടെ ശരീരമാകാൻ വേണ്ടി അർപ്പിക്കപ്പെടുന്ന അപ്പം അതൊരു പ്രതീകമാണ്, അതോടൊപ്പം തന്നെ അത് യാഥാർത്ഥ്യവുമാണ്.
യാഥാർത്ഥ്യവുമാണ്. അപ്പം റിയലൈസിങ് സിമ്പിൾസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അത് യാഥാർത്ഥ്യമായി മാറുന്നു. അപ്പം അത് ഉപയോഗിച്ച് ഈ ബലിയർപ്പണം നടത്താൻ അധികാരമുള്ളത് മിശിഹായുടെ ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ചിരിക്കുന്നവർക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ദൈവജനം മുഴുവനും രാജകീയ പുരോഹിത ഗണമാണ്. മിശിഹായുടെ രാജ്യത്വവും അവിടുത്തെ പൗരോഹിത്യവും സംയോജിച്ചിരിക്കുന്നവരാണ്, 3 വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ജനത്തിന് ഈ ബലിയർപ്പിക്കാൻ, ആരാധനാക്രമത്തിൽ പങ്കുചേരാനുള്ള സ്വാഭാവികമായ ഇൻഹറന്റ് ആയിട്ടുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഇനി അതുകൊണ്ട് തുറന്ന് നമ്മൾ വായിക്കുകയാണ്, സ്വന്തം ജനവുമാണ്, മാമോദീസയുടെ ശക്തിയാൽ അവകാശവും കടമയുമുള്ളവരാണ് അവർ. 2 കാര്യങ്ങളാണ് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ദൈവജനത്തിന് ആരാധനാക്രമത്തിൽ പങ്കുചേരാൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ 2 വാക്കുകളാണ് പറയേണ്ടത്. അവർക്കുള്ളത് 1 അധികാരമാണ്, 2 അവകാശമാണ്. അധികാരമാണ്, 2 അവകാശമാണ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഇതത്ര ചെറിയ വാക്കുകളല്ല. ഒന്നാമത്തേത്, അവർക്ക് അവകാശമുണ്ട്, അവകാശവും കടമയും. അവകാശമുണ്ട്. എന്താണ് അവകാശം എന്ന് പറഞ്ഞാൽ? അവകാശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ദാറ്റ്സ് മൈ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നെ ആർക്കും അതിൽ തടയാൻ പറ്റില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ആരാധനാക്രമത്തിലുള്ള പങ്കാളിത്തം ആരുടെയും ഔദാര്യമല്ല. എന്ന് വെച്ചാൽ വൈദികരുടെയോ മെത്രാന്മാരുടെയോ ഒരു ദാനം എന്ന് അതിനെക്കുറിച്ച് കരുതണ്ട, അവരുടെ ശുശ്രൂഷയാണത്. പക്ഷെ അത് ദൈവജനത്തിന്റെ അവകാശമാണ്. ഇനി അവകാശം എന്ന് പറയുമ്പോൾ അതിനകത്തൊരു കാര്യം ഇവിടെയുണ്ട്. എന്താണ് അവകാശം? അവകാശം നമുക്കുണ്ടാകുന്നത് നമ്മൾ അതിന് യോഗ്യരായിരിക്കും മാത്രമേ അവകാശം ഉണ്ടാകൂ. ഉദാഹരണത്തിന്, ഇന്ത്യൻ പൗരന്റെ അവകാശങ്ങൾ എനിക്കുണ്ടെന്ന് എനിക്ക് പറയാൻ എന്ത് വേണം? ഞാൻ അതിന്റെ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരാളായിരിക്കണം, എനിക്ക് യോഗ്യത ഉണ്ടായിരിക്കണം. ജയിലിൽ കിടക്കുന്ന എനിക്ക് ഇവിടുത്തെ അവകാശങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഞാൻ കുറ്റം ചെയ്യുന്നു, എൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ എനിക്ക് അവകാശമില്ല. എനിക്കത് ക്ലെയിം ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ നോക്കി, അവകാശമുണ്ടെന്നൊരു ക്രിസ്ത്യാനിക്ക് പറയാൻ പറ്റണമെങ്കിൽ വെറുതെ മാമൂസം മുങ്ങിയതുകൊണ്ട് മാത്രമായില്ല, ശരിയായ സഭാജീവിതം നയിക്കുന്ന ആളായിരിക്കും. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സഭയ്ക്കെതിരെ എന്തും ചെയ്യുകയും എന്തും പറയുകയും ചെയ്യുന്നു, എന്നിട്ട് ഞാൻ വന്നു നിൽക്കുമ്പം എനിക്ക് കുർബാന അർപ്പിച്ച് തന്നോണം എന്നൊരാൾക്ക് പറയാൻ പറ്റില്ല. എനിക്ക് അവകാശമുണ്ട്, ഞാൻ മാമൂസ കയറി, എനിക്ക് അവകാശമുണ്ട്. മാമൂസ മാത്രമല്ല, അതിനെ തുടർന്നുള്ള ജീവിതവും സഭയുടെ നിയമങ്ങളും അവയ്ക്ക് വിധേയമായിരിക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടുന്ന കാര്യമാണ് ആരാധനാക്രമത്തിലെ അവകാശങ്ങൾ. പലപ്പോഴും നമുക്ക് അവകാശത്തെക്കുറിച്ച് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്, നമ്മൾ പൊതുവിൽ പറയാറുണ്ട്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? രണ്ടാമത്തേത് കടമയാണ്. ഇത് നമുക്ക് പറ്റിയ കുർബാനയ്ക്ക് പോകാം, പറ്റിയ ആരാധനാക്രമത്തിൽ അങ്ങനെയല്ല. മാമൂസ സ്വീകരിച്ചിരിക്കുന്നു എന്ന കാരണത്താൽ തന്നെ നമുക്ക് ആരാധനാക്രമത്തിൽ പങ്കുചേരാനുള്ള കടമയുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ കടപ്പെട്ടിരിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ കടപ്പെട്ടിരിക്കുന്ന ഒരു കാര്യവും എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് വേണമെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യം രണ്ടാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് കടമയാണ്. അതുകൊണ്ട് പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന ആ പദത്തെ നമ്മൾ തള്ളിക്കളയേണ്ട കാര്യമില്ല. എന്നറിയോ? ഞായറാഴ്ച കടം എന്ന വാക്കില്ലേ? ചില ആളുകളൊക്കെ പറയും ഞായറാഴ്ച കടമോ, എന്തത്, ഇതൊക്കെ കടപ്പെടുത്തിയിട്ടാണോ ചെയ്യുന്നത്? സത്യത്തിൽ അത് കടപ്പെടുത്തേണ്ട കാര്യമുള്ളതല്ല. പകരം ഇതിനെക്കുറിച്ച് യുക്യാറ്റ് പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട്. ഞായറാഴ്ചക്കടം എന്ന വാക്ക് അത്ര ഉചിതമല്ല എന്ന് തന്നെ സഭ അതിന്റെ വിശദീകരണത്തിനകത്തൊക്കെ പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അതിന് ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ഇതാണ്: എനിക്കെൻ്റെ അമ്മയെ സ്നേഹിക്കാൻ കടമയുണ്ട് എന്ന് പറയുന്നതാണോ, അതോ അതിന്റെ സ്വാഭാവികമായ യാഥാർത്ഥ്യമാണോ? അതൊരു എന്നതിനേക്കാളും മുകളിലാണത്, അല്ലെ? അതിനാരും കടപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ സ്വാഭാവികമായും സന്തോഷത്തോടെ ഇഷ്ടത്തോടെ ചെയ്യേണ്ട കാര്യമെന്നാണല്ലോ അതിന്റെ അർത്ഥം. ആ അർത്ഥത്തിലാണ് ആരാധനാക്രമത്തെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അത് വെറുതെ നിയമം മൂലം നമ്മളെ കടപ്പെടുത്തിയിരിക്കുന്നതല്ല, പക്ഷേ അത് കർത്താവിന്റെ സ്നേഹം നമ്മെ കടപ്പെടുത്തുന്നതാണ്. കർത്താവിന്റെ സ്നേഹം കടപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് കുർബാനയ്ക്ക് പോകണോ, നാളെ പോകണോ എന്നൊരാൾ ചോദിക്കാൻ പാടില്ല. അത് നമ്മുടെ കടമയാണ് എന്ന കാര്യം നമ്മൾ ഓർക്കണം. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് കടമയാണ്. അതുകൊണ്ട് വൈദികർക്ക് ആ കടമയെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്തുകൊണ്ട് പള്ളിയിൽ വന്നില്ല, എന്തുകൊണ്ട് കുർബാനയ്ക്ക് വന്നില്ല എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് പള്ളി നിറച്ച് ജനം നിൽക്കാൻ വേണ്ടിയിട്ടല്ല. എന്ന് വെച്ചാൽ ഇടവേളയിൽ എല്ലാവരും വന്നാൽ ഒരു രസമുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ടുമല്ല, വെറുതെ ആൾക്കൂട്ടത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുമല്ല. പകരം ആ ആളുടെ കടമ നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ദൗത്യം ആ ആളുടെ അജപാലകർക്കുണ്ട്, വൈദികർക്കുണ്ട്. അതുകൊണ്ട് വൈദികരുടെ അധികാരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദൈവജനം ആരാധനാക്രമത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ അവരെ ശാസിക്കുകയും തിരുത്തുകയും നിർബന്ധിക്കുകയും ചെയ്യാൻ. 3 കാര്യങ്ങളും: ശാസിക്കാനും നിർബന്ധിക്കാനും തിരുത്താനുമുള്ള അധികാരം വൈദികർക്കുണ്ട്. അതിനകത്ത് അവർ പിൻവാങ്ങേണ്ട ആവശ്യമില്ല.
മാത്രമല്ല ദൈവജനം അതിനെക്കുറിച്ച് അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളെ കുർബാനയ്ക്ക് വരാത്തതിന് അച്ഛൻ വഴക്ക് പറഞ്ഞു എന്ന് വിചാരിച്ചു. അത് അച്ഛന് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നതല്ല, നിങ്ങളുടെ അവകാശത്തെക്കുറിച്ച് നിങ്ങളുടെ കടമയെക്കുറിച്ച് നിങ്ങളെ ഓർമ്മിക്കുന്നതാണ്. ചിലപ്പം അവകാശങ്ങൾ അറിയാതെ ഇരിക്കുന്ന ആളുകളുണ്ടാവും, അവർ ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. കടമയെക്കുറിച്ച് ബോധ്യപ്പെടാത്തവരാണ്. രണ്ടായിരുന്നാലും അവർക്കത് കൊടുക്കേണ്ടതുണ്ട്. ഇനി ഇതിന് മറ്റൊരു വശമുണ്ട്. എന്താണെന്നറിയാമോ? മറ്റു വശമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ദൈവജനത്തിന് അവകാശമുണ്ട്, കടമയുണ്ട് എന്ന് പറയുമ്പോൾ പൗരോഹിത്യത്തിന് ദൈവജനത്തിന് അത് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. ദൈവജനത്തിന് അത് സ്വീകരിക്കാൻ അവകാശമുണ്ടെങ്കിൽ മറുവശത്ത് കൊടുക്കേണ്ടവർ കൊടുത്താലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ, ഇപ്പൊ ഒരു മനുഷ്യന് പെൻഷന് അവകാശമുണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അത് കൊടുക്കേണ്ട ഗവൺമെന്റിന് അത് കൊടുക്കാനുള്ള കടമയുണ്ടെന്നും കൂടെ അല്ലേ? എന്ന പോലെ ദൈവജനത്തിന് ആരാധനാക്രമത്തിൽ അതിന്റെ പൂർണ്ണതയിൽ ബോധ്യത്തോടും അറിവോടും കൂടെ പങ്കുചേരാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണ്, മറുവശം എന്നാണെന്നറിയാമോ? പൗരോഹിത്യത്തിന് അല്ലെങ്കിൽ ദൈവശാസ്ത്ര മേഖലയ്ക്ക് അല്ലെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവർ ആരൊക്കെയാണ്, അവർക്ക് ദൈവജനത്തെ പഠിപ്പിക്കാനുള്ള കടമയുണ്ട്. രണ്ട്, അവർക്കായി തിരുസഭ ഈ കൂദാശ എങ്ങനെ നൽകുന്നോ അങ്ങനെ തന്നെ പരികർമ്മം ചെയ്യാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പുതിയ കർമ്മക്രമം വന്നു, തിരുസഭ അങ്ങനെ ക്രമം ഇനി ഇങ്ങനെയായിരിക്കും ഇത് പരികർമ്മം ചെയ്യുക എന്ന് തീരുമാനിച്ചു. ഉദാഹരണത്തിന് പ്രവേശ കൂദാശകൾ ഒരുമിച്ച് വേണം പരികർമ്മം ചെയ്യാനെന്ന് തിരുസഭ തീരുമാനിക്കുന്നു. അങ്ങനെയായിരുന്നു പണ്ട് മുതലേ. തിരുസഭ എങ്ങനെ നിർദ്ദേശിക്കുന്നു അതങ്ങനെ സംഭവിക്കും. ആ സമയത്ത് ഒരാൾ, ഒരു വൈദികനോ അങ്ങനെ കരുതുകയാണ്, അതിന്റെ ആവശ്യമില്ല, പിള്ളേർക്ക് കുറച്ച് തിരിച്ചറിവാകുമ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി, തൽക്കാലം നമുക്ക് മാമൂസ മാത്രം കൊടുക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ കുറച്ച് ആളുകളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് വിചാരിച്ചു. അത് തിന്മയാണ്. കാരണം എന്താണ്? ആ കുഞ്ഞിന് സഭ എങ്ങനെ അത് കൊടുക്കണോ അങ്ങനെ കിട്ടാനുള്ള അവകാശമുണ്ട്. തിരുസഭ എന്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നോ, തിരുസഭ എന്ത് നൽകുന്നോ അത് കിട്ടാനുള്ള അവകാശമുണ്ട്. അത് ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. അതാണ് ദൈവജനത്തിന്റെ അവകാശത്തെക്കുറിച്ച് പറയുമ്പോൾ പൗരോഹിത്യത്തിന്റെ കടമയെക്കുറിച്ചുകൂടെ പറയുന്നു. മറുവശത്ത് പൗരോഹിത്യത്തിന്റെ അവകാശങ്ങളുണ്ട്, അവ അനുവദിച്ചു കൊടുക്കാൻ ദൈവജനത്തിന് കടപ്പാടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് അച്ഛനൊരു ഓപ്ഷനുണ്ട്. അതായത് ആ പ്രാർത്ഥന ഗാനരൂപത്തിലോ അല്ലെങ്കിൽ ചൊല്ലാനോ അച്ഛന് അവകാശം ഉണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണത് അച്ഛന് ഓപ്ഷനായിട്ട്. അപ്പോൾ ഓപ്ഷനുകളെല്ലാം കാർമ്മികന്റെ ഡിസ്കഷന് വേണ്ടിയുള്ളതാണ്. കാർമ്മികന് അതിനകത്ത് നിന്ന് ചൂസ് ചെയ്യാം, കാർമ്മികന്റെ ഓപ്ഷൻസ് ഒക്കെ. അപ്പൊ അതിനിടയ്ക്ക് ദൈവജനം പറ്റത്തില്ല, ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയാനുള്ള അധികാരമില്ല. അത് രണ്ടുപേരുടെയും അവകാശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിക്കണം. മറുവശത്ത് അച്ഛന് എനിക്കിഷ്ടമുള്ള പ്രാർത്ഥന എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചൊല്ലും, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന ഞങ്ങൾ കൂട്ടിച്ചേർത്ത് ഞാൻ ഒരു സ്വയംപ്രേരിത പ്രാർത്ഥന ചൊല്ലും, ദൈവജനം അതുങ്ങൾ സ്വീകരിച്ചോണം, അങ്ങനെ പറയാൻ പറ്റില്ല. അനുതാപ ശുശ്രൂഷ നടക്കേണ്ട സമയത്ത് അനുതാപ ശുശ്രൂഷ എങ്ങനെയാണോ പരിശുദ്ധ കുർബാനയിൽ നൽകിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ചെല്ലണം. അല്ലാണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞ അച്ഛനൊരു പരിശോധനാ പ്രാർത്ഥനാ സമയം ഒരുക്കി കൊടുത്തിട്ട് കാര്യമില്ല. തിരുസഭ അതിനൊരു ക്രമമുണ്ട്. അതുകൊണ്ടാണ് ആരാധനാ ക്രമം എന്ന് തന്നെ വിളിക്കുന്നത്. ആ ക്രമം എങ്ങനെ നൽകിയിരിക്കുന്നോ ആ വിധത്തിൽ വേണം അവരത് പരികർമ്മം ചെയ്യാനും ദൈവജനം അത് സ്വീകരിക്കാനും. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ആരാധനാക്രമത്തിൽ എല്ലാവരും സമ്പൂർണമായും സജീവമായും പങ്കെടുക്കുക എന്നതാണ് ആരാധനാക്രമ നവീകരണത്തിലും പരിപോഷണത്തിലും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കുറെ അധികം പറയാനുണ്ട്, അധികം ദീർഘിപ്പിക്കാതെ പെട്ടെന്ന് പറഞ്ഞു. നമ്മൾ എല്ലാവരും സമ്പൂർണമായും പങ്കെടുക്കണം, സജീവമായും സമ്പൂർണമായി എന്ന് പറഞ്ഞാൽ മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളണം എന്നൊക്കെ നമ്മളിടയ്ക്ക് പണ്ട് പറയാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും ഉണ്ട്, പണ്ട് മുതൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. മുഴുവൻ കുർബാന എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും പങ്കെടുക്കണം. അതിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പങ്കെടുത്താൽ പോരാ. ആരംഭം മുതൽ, ഒരുക്കം മുതൽ അതിന്റെ സമാപനാശീർവാദം വരെയും അതിനുശേഷമുള്ള സ്വയം പ്രേരിതമായ കൃതജ്ഞതാ അർപ്പണം വരെയും, പള്ളിയിൽ നമ്മൾ കുർബാന കഴിഞ്ഞ് നന്ദി പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകത്തില്ലേ, അതുവരെയുമുള്ള കാര്യങ്ങളിൽ സജീവമായും സമ്പൂർണമായും പങ്കെടുക്കണം. ഇനി ഇങ്ങനെ അതിനകത്ത് മുഴുവനും സമ്പൂർണമായും പങ്കെടുക്കാനും സജീവമായും പങ്കെടുക്കാനും കഴിയുക എന്നതായിരിക്കണം ആരാധനാക്രമത്തിന്റെ നവീകരണത്തിനകത്ത് പരിപോഷണത്തിനകത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം തിരുവഴുതിയും. ഇനി അതുകൊണ്ട് എല്ലാ അജപാലന പ്രവർത്തനങ്ങളിലും യുക്തമായ ക്രമീകരണം വഴി ആത്മാക്കളുടെ ഇടയന്മാർ ഉത്സാഹപൂർവം ഈ കാര്യത്തിൽ ശുഷ്കാന്തി കാട്ടേണ്ടതാണ്. ഏത് കാര്യത്തിലൊക്കെയാണ്? അതായത് ഇതിനുള്ള സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിലും അതിന് ദൈവജനത്തെ പ്രാപ്തമാക്കുന്ന കാര്യത്തിലും വലിയ തീക്ഷ്ണത ആത്മാവിന്റെ ഇടയന്മാർ പുലർത്തേണ്ടതാണ്. മെത്രന്മാരും വൈദികരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് ഈ കാര്യം നേടിയെടുക്കാൻ എന്ത് ചെയ്യണം? ആത്മാക്കളുടെ ഇടയന്മാർ ആരാധനാക്രമത്തിന്റെ ചൈതന്യത്താലും ശക്തിയാലും ആന്തരികമായി സാന്ദ്രീകരിക്കപ്പെടുകയും ജൻസാവുകയും അവയിൽ പ്രവീണരാവുകയും ചെയ്യാതിരുന്നാൽ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല.
ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ട വൈദികർ, കാർമ്മികർ, അവര് ഈ ആരാധനാക്രമത്തിന്റെ ചൈതന്യത്താലും ശക്തിയാലും ആന്തരികമായി ഉണർവുള്ളവരാകണം. ആരാധനാക്രമത്തിന്റെ ശക്തിയിൽ അവർ ആന്തരികമായി ഉണർവുള്ളവരാകണം. ഇനി രണ്ടാമത്തെ എന്താണ്? അവരതിൽ പ്രാവീണ്യമുള്ളവരാകണം. ആരാധനാക്രമ പരികർമ്മത്തിനകത്ത് അവർ എക്സ്പേർട്സ് ആയിരിക്കണം, പ്രാവീണ്യമുള്ളവരാണ്. ഇത് രണ്ടും നടന്നില്ലെങ്കിലുണ്ടല്ലോ ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തത് കൊണ്ട്, കൗൺസിലിന്റെ വാക്കുകൾ ഉപയോഗിക്കണം, ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തത് കൊണ്ട് ആരാധനാക്രമ സംബന്ധിച്ച വൈദിക പരിശീലനം സർവപ്രധാനമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരാധനാക്രമത്തെ സംബന്ധിക്കുന്ന ലിറ്റർജിക്കൽ പ്രീസ്ലി ഫോർമേഷൻ, അതിന് പരമ പ്രാധാന്യം കൊടുക്കണം എന്ന് കൗൺസിൽ പഠിപ്പിക്കും. ഇത്രയും ഗൗരവമായിട്ട് വേറൊരു വിഷയത്തെക്കുറിച്ചും പറയാറില്ല, ഡോക്ടറൽ വിഷയങ്ങളെക്കുറിച്ച് പോലും പറയാറില്ല. ആരാധനാക്രമത്തിൽ വൈദികർ പ്രാവീണ്യമുള്ളവരും അവരത് ആത്മാവിൽ തീവ്രമായി ബോധ്യപ്പെട്ട അതിൻ്റെ ചൈതന്യവും ശക്തിയും കൊണ്ട് നിറഞ്ഞവരും ആയി തീരത്തക്ക വിധത്തിൽ വൈദികാർത്ഥികൾ പരിശീലിപ്പിക്കപ്പെടണം. വൈദികാർത്ഥികൾക്ക് ആ പരിശീലനം കൊടുക്കണം എന്ന് തിരുസഭ വളരെ കാര്യമായി ശക്തമായി ഓർമ്മിപ്പിക്കും. തന്നിമിത്തം ഈ പരിശുദ്ധ സൂനോസ് തുടർന്നു വരുന്ന കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇനി പറയാൻ പോകുന്നത് കൗൺസിലിന്റെ തീരുമാനങ്ങളാണ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളാണ്. ഒന്ന്, അത് 15ാമത്തെ പാരഗ്രാഫിനകത്ത് ഇങ്ങനെ പറയും: സെമിനാരികളിലും സന്യാസ പരിശീലന ഭവനങ്ങളിലും, രണ്ടിടത്തും, സെമിനാരികളായാലും ശരി സന്യാസ പരിശീലന ഭവനങ്ങളായാലും ശരി. അപ്പൊ ഇതിനകത്ത് സന്യാസ പരിശീലന ഭവനങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കോൺഗ്രിഗേഷൻസിന്റെ പരിശീലന ഭവനങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതായത് സിസ്റ്റേഴ്സിന്റെയും കോൺഗ്രിഗേഷണൽ വൈദികരുടെയും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന്റെയും ബഹുമാനപ്പെട്ട സന്യാസ വൈദികരുടെ, കോൺഗ്രിഗേഷൻ വൈദികരുണ്ടല്ലോ, അവരുടെ പരിശീലന ഭവനങ്ങൾ. പലപ്പോഴും മെയിൽ കോൺഗ്രിഗേഷനുകളുടെ പരിശീലന ഭവനങ്ങളെ സെമിനാരി എന്ന് പൊതുവെ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ നെഗോഷിയേറ്റ് പോലത്തെ കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് കൂടി അതിനെ ഇങ്ങനെ പരിശീലന ഭവനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം അവിടെ രണ്ടിടത്തായാലും, സെമിനാരിയിലായാലും സന്യാസ്തർക്കായാലും ദൈവശാസ്ത്ര വൈജ്ഞാനിക പീഠങ്ങളിലും പഠിപ്പിക്കാൻ നിയുക്തരാകുന്നവർ, ഇവിടെ ഈ മൂന്ന് കാര്യങ്ങൾ പറയും. ഒന്ന് സെമിനാരികൾ, രണ്ട് സന്യാസ ഭവനങ്ങളുടെ പരിശീലനത്തിന്, മൂന്ന് ദൈവശാസ്ത്ര വൈജ്ഞാനിക പീഠങ്ങൾ, അതായത് തിയോളജിക്കൽ ഫാക്കൽറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദൈവശാസ്ത്ര പഠന കേന്ദ്രങ്ങൾ, ഫാക്കൽറ്റികൾ, അതിനകത്ത് യൂണിവേഴ്സിറ്റികൾ പെടും, ഫാക്കൽറ്റികൾ പെടും, അങ്ങനെ ആ ഗണത്തിലുള്ളവയൊക്കെ ഇതിനകത്താണ്. പലപ്പോഴും സെമിനാരികൾ, മേജർ സെമിനാരികളൊക്കെ ഈ ഫാക്കൽറ്റിയോട് കൂടി ചേർന്നിട്ടാണ് നിൽക്കുക. അതിനാണ് ദൈവശാസ്ത്ര വിജ്ഞാന പീഠങ്ങൾ എന്നൊക്കെ വിളിക്കുന്നത്. അവിടെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പഠിപ്പിക്കാൻ നിയുക്തരാകുന്നവർ അവരുടെ കർത്തവ്യത്തിനു വേണ്ടി ഇതിലേക്ക് പ്രത്യേക ശ്രദ്ധയോടെ ലക്ഷ്യം വെച്ചിരിക്കുന്ന പഠന കേന്ദ്രങ്ങളിൽ യഥായോഗ്യം പരിശീലിപ്പിക്കപ്പെടണം. അതായത് ഈ പ്രൊഫസേഴ്സിനെ കുറിച്ചാണ്, സെമിനാരി പരിശീലകർ, അവരെ പരിശീലിപ്പിക്കുന്ന, സെമിനാരി പരിശീലകരെ പരിശീലിപ്പിക്കുന്ന പഠന കേന്ദ്രങ്ങളിൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയാമോ? അതായത് ഈ ഹയർ സ്റ്റഡീസിന്റെ ഫാക്കൽറ്റികളെയാണ് ഉദ്ദേശിക്കുന്നത്, ഡോക്ടറേറ്റ് ചെയ്യുന്ന, ലൈസൻഷ്യേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ. അത്തരം സ്ഥലങ്ങളിൽ യഥായോഗ്യം ഇവർ ആരാധനാക്രമ കേന്ദ്രീകൃതമായി പരിശീലിപ്പിക്കപ്പെടണമെന്നാണ്. ചിലപ്പോൾ ഒരാൾ ഡോക്ടറേറ്റ് ചെയ്യുന്നത് കാനൻ ലോയിലായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ മെരിയോളജിയിലായിരിക്കും ഡോക്ടറേറ്റ് ചെയ്യുന്നത് എന്ന് കണ്ട് അത് മാത്രം പഠിച്ചാൽ മതിയെന്നല്ല, അത് മാത്രം പഠിപ്പിച്ചാൽ മതിയെന്നല്ല. ആരാധനാക്രമ പങ്കാളിത്തത്തോടുകൂടെ, അതിൻ്റെ പഠന പങ്കാളിത്തത്തോടുകൂടെ വേണം അവരെ വിഷയം പഠിപ്പിക്കാനെന്നാണ്. അത് വീണ്ടും കുറച്ചുകൂടെ വിശദീകരിക്കുമേ. അതുകൊണ്ട് അവർ പഠന കേന്ദ്രങ്ങളിൽ ആരാധനാക്രമ ബന്ധിതമായി കൂടി പരിശീലനം സിദ്ധിച്ചവരായിരിക്കണം ഇവിടെയൊക്കെ പരിശീലനം കൊടുക്കുന്നവർ, പഠിപ്പിക്കുന്നവർ എന്നാണ് ആദ്യത്തെ കാര്യം. ഇനി 16ാമത്തെ പാരഗ്രാഫ് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും വിശുദ്ധ ആരാധനാക്രമം സംബന്ധിച്ച വിഷയം അവശ്യവും സുപ്രധാനവുമായ വിഷയങ്ങളുടെ കൂടെയും ദൈവശാസ്ത്ര വൈജ്ഞാനിക പീഠങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ കൂടെയും പരിഗണിക്കപ്പെടണം. ഈ ആരാധനാക്രമം എന്ന് പറയുന്ന, ലിറ്റർജി എന്ന് പറയുന്ന സബ്ജക്റ്റ്, അഞ്ചുമായ സബ്ജക്റ്റ് എന്ന് പറയല്ല, ഉദ്ദേശിച്ച് ഇപ്പൊ സെമിനാരികളിലൊക്കെ ആണെങ്കിൽ വിഷയങ്ങളായിട്ടാണല്ലോ. ഇപ്പൊ ക്രിസ്റ്റോളജി പഠിക്കുന്നു, എക്ലസിയോളജി പഠിക്കുന്നു, മെരിയോളജി പഠിക്കുന്നു, ന്യൂമറ്റോളജി പഠിക്കുന്നു, ഇങ്ങനെ പല വിഷയങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അതിനകത്ത് ലിറ്റർജി എന്ന് പറയുന്ന വിഷയം പഠിക്കും, അതിനകത്ത് സാക്രമെന്റ്സ് പഠിക്കും. ലിറ്റർജി എന്ന് പറയുന്നത് ഒറ്റ വിഷയം മാത്രമല്ല, അതിനകത്ത് സാക്രമെന്റ്സ് ഉണ്ട്. ചിലപ്പോൾ യൂക്രിസ്റ്റ് പോലുള്ള പ്രത്യേക സാക്രമെന്റ്സ് എടുത്തു പഠിക്കുന്നുണ്ട്, കൺഫെഷൻ പോലത്തെ സാക്രമെന്റ്സ് എടുത്തു പഠിക്കുന്നുണ്ട്, ജനറലി ലിറ്റർജി പഠിക്കുന്നുണ്ട്, ലിറ്റർജിക്കൽ തിയോളജി പഠിക്കും. ഇങ്ങനെ പല സബ് ബ്രാഞ്ചസ് ഉണ്ട് ലിറ്റർജിക്ക്. എന്തായിരുന്നാലും ഈ ആരാധനാക്രമം എന്ന് പറയുന്ന വിഷയവും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ആ ബ്രാഞ്ച് ഓഫ് സ്റ്റഡീസ്, അതിനകത്ത് ചിലപ്പോൾ പല സബ് ബ്രാഞ്ചസ് കാണും. ഇവയെക്കുറിച്ച് പറയുന്നതെന്നറിയോ? സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും
ഈ ആരാധനക്രമം സംബന്ധിച്ച വിഷയം അവശ്യവും സുപ്രധാനവുമായ വിഷയങ്ങളുടെ കൂടെ പഠിപ്പിക്കപ്പെടും. ഏറ്റവും നെസസറി ആയിട്ടുള്ള സെമിനാരിൽ പലപ്പോഴും എന്താ പറയുക, ഏറ്റവും എന്താ പറയുക, പ്രൈമറി സബ്ജക്ട്സും സെക്കൻഡറി സബ്ജക്ട്സും എന്ന പോലെയൊക്കെ പലപ്പോഴും കരുതാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ക്രെഡിറ്റ്സ് ഉള്ള വിഷയങ്ങൾ, ചെറിയ വിഷയങ്ങൾ, അങ്ങനെ രണ്ട് തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ കൂട്ടത്തിൽ വേണം സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലും ആരാധനാക്രമത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, കൗൺസിൽ സെമിനാരികൾ എന്ന് പറയുമ്പം അതിനകത്ത് ഫാക്കൽറ്റികളെ ഉൾപ്പെടുത്തിയിട്ടല്ല പറയുന്നത്. അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ചൊക്കെ ഈ പാശ്ചാത്യ പാരമ്പര്യത്തിലൊക്കെ അല്ലെങ്കിൽ പുറത്തൊക്കെ ചെന്നാൽ എല്ലാ സ്ഥലത്തും സെമിനാരിയും ഫാക്കൽറ്റിയും രണ്ടാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ഇവിടെയൊക്കെ ഇപ്പം മേജർ സെമിനാരികളിലൊക്കെയാണെന്ന് വിചാരിച്ചു, കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇത് രണ്ടും ഒരു ബിൽഡിങ്ങിൽ തന്നെ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇത് രണ്ട് റിയാലിറ്റിയിലാണ്. സെമിനാരിയുടെ തലവൻ അതിൻ്റെ റെക്ടറാണ്, ഫാക്കൽറ്റിയുടെ തലവൻ അതിൻ്റെ പ്രസിഡന്റ് ആയിരിക്കും. അപ്പോൾ രണ്ടാണ്. ഫാക്കൽറ്റിയുടെ ദൗത്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്, സെമിനാരിയുടെ ദൗത്യം പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പരിശീലനവും പഠിപ്പിക്കലും, ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് ഫാക്കൽറ്റിയിലാണ്, സെമിനാരി പരിശീലനം കൊടുക്കുകയാണ്. അപ്പം വിദേശത്തൊക്കെ ആണെങ്കിൽ സെമിനാരിയിൽ ഇവർ ഒരുമിച്ച് താമസിക്കും. പലപ്പോഴും അതിനെ കോളേജിൽ നിന്നൊക്കെയാണ് വിളിക്കുന്നത്. വൈദികാർത്ഥികൾ താമസിച്ച് പരിശീലനം നേടുന്ന സ്ഥലം. അപ്പോൾ അവരവിടെ പ്രാർത്ഥിക്കും, ചില ക്ലാസ്സുകളൊക്കെ അവർക്കുണ്ടാവും, അവിടെ ആത്മീയ പിതാക്കന്മാരുണ്ടാവും, ആനിമേറ്റേഴ്സ് ഉണ്ടാവും, ഇവരൊക്കെ കൂടി പരിശീലിപ്പിക്കുന്ന സ്ഥലം. ഇനി ഇവരെന്ത് ചെയ്യും, ഇവര് നമ്മൾ ഡേ സ്കോളേഴ്സ് എന്ന പോലെ, നമ്മൾ സ്കൂളിൽ പോകത്തില്ലേ എന്ന പോലെ, അവര് ഈ പറഞ്ഞ സെമിനാരിയിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ട് വരും. തിയോളജി പഠിപ്പിക്കുന്ന സ്ഥലത്ത് പോയി പഠിച്ചു. അപ്പോൾ ചിലപ്പോൾ ആ ക്ലാസ്സിലേക്ക് പല കോൺഗ്രിഗേഷനുകളിലെയോ പല സെമിനാരികളിലെയോ ഒക്കെ കുട്ടികൾ ഒരുമിച്ച് വരികയും അവിടെ പഠിച്ചിട്ട് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പം സെമിനാരി എന്ന് പറയുമ്പം കൗൺസിലിനകത്ത് സംസാരിക്കുന്നത് പലപ്പോഴും ഈ പറഞ്ഞ എന്താ പറയുക, പരിശീലന ഭവനത്തെ മാത്രമാണ്. അതുകൊണ്ടാണ് സെമിനാരികളിൽ സന്യാസ പരിശീലന ഭവനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ ഇടവക വൈദികരെ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളിലും സന്യസ്തരെ പരിശീലിപ്പിക്കുന്ന സ്ഥലങ്ങളിലും ഈ ആരാധനാക്രമം സംബന്ധിച്ച വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ കൂടെ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ സെമിനാരിയിൽ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോഴും വ്യക്തിത്വ വികസനമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ആരാധനാക്രമം പഠിപ്പിക്കണമെന്നാണ് കൗൺസിലിൻ്റെ നിർദ്ദേശമല്ല, നിയമമാണത്. കൗൺസിൽ ആവശ്യപ്പെടുന്ന കാര്യമാണത്. ഇനി രണ്ടാമത് ഫാക്കൽറ്റികളുടെയാണ്. ദൈവശാസ്ത്ര വൈജ്ഞാനിക പീഠങ്ങളിൽ, അതായത് തിയോളജിക്കൽ ഫാക്കൽറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ കൂടെയും പരിഗണിക്കപ്പെടണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ കൂട്ടത്തിൽ, അതായത് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളാണ്, പഠിപ്പിക്കുന്നതിൻ്റെ മണിക്കൂറുകളാണ് ക്രെഡിറ്റ് എന്നുള്ളത്. ഏറ്റവും കൂടുതൽ മണിക്കൂറുകൾ ഉപയോഗിക്കുന്നത് സുപ്രധാനമായ വിഷയങ്ങൾക്കാണ്. ആ കാറ്റഗറിയിലാണ് ലിറ്റർജി എന്ന വിഷയം പഠിപ്പിക്കപ്പെടേണ്ടത് എന്നാണ്. എന്ന് വെച്ചാൽ മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുന്ന അവസാനം കുർബാന പട്ടൊക്കെ ആറാകുമ്പോഴത്തേനും കുർബാന എല്ലാവരും പഠിപ്പിച്ചു വിടുന്നു എന്നുള്ളതല്ല. ആരാധനാക്രമം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് എന്ന്, അങ്ങനെ ആയിരിക്കണമെന്ന് പരിശുദ്ധ സഭ തീരുമാനിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കും. എന്നിട്ടോ മാത്രമല്ല, ഇനി പറഞ്ഞ കാര്യം ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ലിറ്റർജിയിൽ എന്തൊക്കെ പഠിപ്പിക്കണം മാത്രമല്ല, ദൈവശാസ്ത്രപരവും ചരിത്രപരവും ആത്മീയവും അജപാലനപരവും നൈയാമികവുമായ മാനങ്ങളിൽ അത് വിശകലനം ചെയ്യപ്പെടുകയും ചെയ്യണം. എന്ന് വെച്ചാൽ ലിറ്റർജി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ കുർബാനയിലെ ഓരോ കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് പഠിപ്പിക്കുക എന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ചിലപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നത്, ഇതെന്താ സൂചിപ്പിക്കുന്നത്, ഇത് എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കലാണ് എന്ന് നമ്മൾ ചിലപ്പോൾ വളരെ ലൈറ്റായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിക്കുന്നത്. കൗൺസിൽ പറയുകയാണ്, ഈ ലിറ്റർജി പഠിപ്പിക്കുമ്പം അത് ഏതൊക്കെ ഡയമെൻഷൻസിൽ നിന്ന് പഠിപ്പിക്കണമെന്നാണ്. ഏതൊക്കെയെന്നറിയാമോ? ഏതൊക്കെ വശങ്ങളിൽ നിന്ന്, ഏതൊക്കെ മേഖലയിൽ നിന്ന് പഠിപ്പിക്കണം? ഒന്നാമത്തേത് അതിൻ്റെ ദൈവശാസ്ത്രപരത പഠിപ്പിക്കണം. തിയോളജി ഓഫ് ലിറ്റർജി പഠിപ്പിക്കണം. ആരാധനാക്രമത്തിൻ്റെ ദൈവശാസ്ത്രം പഠിക്കണം. നമ്മൾ ഈ ക്ലാസ്സുകളിൽ പലപ്പോഴും കൂടുതൽ സംസാരിക്കുന്നത് അതിൻ്റെ ആരാധനാക്രമത്തിൻ്റെ ദൈവശാസ്ത്രത്തെക്കുറിച്ചാണ്. ലിറ്റർജിക്കൽ തിയോളജിയാണ്, തിയോളജി ഓഫ് ലിറ്റർജിയാണ്. ആരാധനാക്രമത്തിന് അതിനൊരു തിയോളജി ഉണ്ട്, ദൈവശാസ്ത്രമുണ്ട്. അത് പഠിപ്പിക്കപ്പെടണം. രണ്ടാമത്തെ എന്താണ്? അതിൻ്റെ ഹിസ്റ്ററി പഠിപ്പിക്കപ്പെടണം, ചരിത്രം പഠിപ്പിക്കണം. ആരാധനാക്രമത്തിൻ്റെ ചരിത്രം പഠിപ്പിക്കുന്നത് എന്തിനാണ്? ഇതെങ്ങനെ വളർന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഓരോരുത്തരുടെയും പാരമ്പര്യം എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. ഒരു പൗരസ്ത്യ സഭ അതിൻ്റെ പാരമ്പര്യം പഠിപ്പിക്കുമ്പോഴേ, അതിൻ്റെ ചരിത്രം പഠിപ്പിക്കുമ്പോഴേ എന്തുകൊണ്ട് നമ്മൾ മറ്റൊരു രീതിയിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നുവെന്ന്
വൈദികർക്ക് മനസ്സിലാവുള്ളൂ. വൈദികർക്ക് അത് മനസ്സിലായാലേ ദൈവജനത്തിന് അത് മനസ്സിലാവുള്ളൂ. ഇല്ല എന്ത് പറ്റും? വൈദികർക്ക് അത് മനസ്സിലാകുന്നില്ല എങ്കിൽ അവർ അതിനെ തെറ്റിദ്ധരിക്കുകയും പല റീത്തുകളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കൊള്ളാവുന്നതൊക്കെ പെറുക്കിയെടുത്ത് നമുക്ക് ഒരുമിച്ചാക്കാം എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് സീറോ മലബാറിന്റെ കാപ്പ ഇടണം നിർബന്ധമുണ്ടോ? മറ്റേ കാപ്പ കുറച്ചുകൂടെ ഈസിയാണ്, കുറച്ചുകൂടെ നമുക്ക് എന്താ പറയാ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിന് ചേർന്നതാണ്, കുറച്ചുകൂടി ഇങ്ങനെ എന്താ പറയാ വെന്റിലേറ്റഡ് ആണ്, അപ്പൊ ഇടാനൊക്കെ എളുപ്പമുണ്ട്, കുറച്ചുകൂടെ സിമ്പിളാണ്, ലത്തീൻ തിരുവസ്ത്രം, എന്നാൽ പിന്നെ അതങ്ങ് ഇടാമല്ലോ എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഹിസ്റ്ററി പഠിക്കും കൂടെ വേണം, ചരിത്രം പഠിക്കണം. ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഉത്ഭവിച്ചു വന്നു, ഇതെങ്ങനെ വളർന്നു വന്നു എന്നതിനെ കുറിച്ച് അറിയണം. അത് അറിയുമ്പോഴാണ് ആരാധനാക്രമത്തിനകത്തുള്ള നിയമങ്ങൾക്കകത്തും നിർദ്ദേശങ്ങൾക്കകത്തും കൈവയ്ക്കാതിരിക്കാനുള്ള ഒരു മര്യാദ ആളുകൾക്ക് ഉണ്ടാകത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെക്കുറിച്ച് ഇതിന്റെ ചരിത്രവും പാരമ്പര്യവും ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളതൊക്കെ നടത്താമല്ലോ എന്ന് കരുതാൻ ഇടവരും. എനിക്കിഷ്ടമുള്ളത് ഇപ്പം മോഡേൺ കോണ്ടെക്സ്റ്റ് ഇത് കുഴപ്പമില്ല, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്നാൽ ഇപ്പൊ ഇങ്ങനെയാണ് വേണ്ടത്, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന മട്ടിൽ ഓരോരുത്തരുടെയും ഭാവനയ്ക്കനുസരിച്ചും പെട്ടെന്ന് നടത്തുന്ന കണ്ടുപിടുത്തത്തിനനുസരിച്ചും ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്, അപകട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ഹിസ്റ്ററി പഠിപ്പിക്കണം, ഹിസ്റ്ററി ഓഫ് തിയോളജി പഠിപ്പിക്കണം എന്ന് പറയുന്നത്. മൂന്നാമത്തത് അതിന്റെ ആത്മീയ വശം പഠിപ്പിക്കണം. ചുമ്മാ അതിന്റെ ചരിത്രം ഭൂമിശാസ്ത്രം പഠിപ്പിച്ചാൽ പോരാ, അതിന്റെ ആത്മീയത പഠിപ്പിക്കണം. ആരാധനാക്രമത്തിന്റെ ആത്മീയത എന്താണ്? പലപ്പോഴും ഉണ്ടല്ലോ, ചിലപ്പോഴെങ്കിലുമൊക്കെ ആളുകളുടെ ഇടയിൽ ഈ ആത്മീയതയും ലിറ്റർജിയും രണ്ടായിട്ട് കണക്കാക്കപ്പെടാറുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നോക്കി? നല്ല ആത്മീയതയുള്ളവർ ഇങ്ങനെ മുട്ടുമേ നിന്നൊക്കെ ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്, ഒത്തിരി കൊന്തയൊക്കെ ചെല്ലുന്ന ആൾക്കാർ, ഒക്കെ ഒത്തിരി സ്തുതിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ആത്മീയതയുള്ള മനുഷ്യർ. മറ്റവരാണെങ്കിലോ ഇങ്ങനെ പള്ളി പോയിട്ട് വരുന്ന, ഫോർമലായിട്ട് പള്ളി പോയിട്ട് വരുന്നവർ, അങ്ങനെ കരുതരുത്. ആത്മീയതയുടെ കേന്ദ്രം സാക്രമെന്റ്സ് ആണ്, ആത്മീയതയുടെ കേന്ദ്രം കൂദാശകളാണ്. നമ്മുടെ പേഴ്സണൽ പ്രയറിനേക്കാളൊക്കെ എത്രയോ 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 വലുതാണ്, അഥവാ ദൈവത്തിൻ്റെതാണ്, സഭയെ അർപ്പിക്കുന്നതാണ് ആരാധനാക്രമം. അപ്പൊ അതിന് നിയതരൂപം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്കുണ്ടല്ലോ, ചിലപ്പോൾ നമ്മുടെ ഒരു വൈകാരികത ചിലപ്പോൾ അതിനകത്ത് ആ അർത്ഥത്തിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളിങ്ങനെ എന്താ പറയാ മുട്ടുമേ നിന്ന് കൊടും ത്യാഗം സഹിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വൈകാരിക അനുഭവം പരിശുദ്ധ കുർബാനയിൽ ചെന്ന് പങ്കെടുക്കുന്ന ഒരാൾക്ക് വേണ്ടത്ര അറിവും ഹൃദയത്തിന്റെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതലാണ് ഉണ്ടാവുക. പക്ഷെ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാവണം നിർബന്ധമില്ല. ഉണ്ടായില്ല എന്ന് കരുതി അതൊരിക്കലും ഒരു പോപ്പുലർ പൈറ്റിയേക്കാൾ ചെറുതായി മാറില്ല, അഥവാ ഒരു ഭക്താഭ്യാസത്തെക്കാൾ ചെറുതോ അല്ലെങ്കിൽ പകരം വയ്ക്കാവുന്നതാണ് ആരാധനക്രമം എന്ന് വരില്ല. ആരാധനക്രമത്തിന്റെ ആത്മീയത പഠിപ്പിക്കണം. ആരാധനാക്രമ കേന്ദ്രീകൃതമാണ് സ്പിരിച്വാലിറ്റി. ആരാധനാക്രമത്തെ പരിഗണിക്കാതെ ഭക്തനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാൾ ഒരിക്കലും ഭക്തിയുള്ളവനല്ല, സ്പിരിച്വൽ അല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി അല്ലേ, ഭക്തിയുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് ആരാധനക്രമത്തിന്റെ ആത്മീയ വശത്തെക്കുറിച്ച് പഠിപ്പിക്കണം എന്നുള്ളതാണ് സെമിനാരി പരിശീലകർക്ക് കൊടുക്കുന്ന, ലിറ്റർജിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇനി അടുത്തത് എന്താണ്? അതിന്റെ പാസ്റ്ററൽ കോണ്ടെക്സ്റ്റ്, പാസ്റ്ററൽ ബാക്ക്ഗ്രൗണ്ട് പഠിപ്പിക്കണം, അല്ലെങ്കിൽ പാസ്റ്ററൽ ആസ്പെക്ട് പഠിപ്പിക്കണം. അതായത് അജപാലന വശം. ആരാധനാക്രമത്തിന് അജപാലന വശമുണ്ട്. ദൈവജനത്തിന് നൽകുന്ന ശുശ്രൂഷ എന്ന അതിന്റെ ഭാഗം, ദൈവജനം അതെങ്ങനെ സ്വീകരിക്കുന്നു, അവരതെങ്ങനെ ഉൾക്കൊള്ളുന്നു, ഈ അജപാലന ദൗത്യത്തിനകത്ത് അവരെ പഠിപ്പിക്കൽ പ്രധാനപ്പെട്ടതാണ്. ഈ അർപ്പിക്കപ്പെടുന്നത് എന്താണെന്ന് അവരറിയണമല്ലോ. അങ്ങനെ അതിനുവേണ്ടി അവരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഈ അജപാലന ദൗത്യമാണ്. അപ്പൊ അത് ഇങ്ങനെ തുടങ്ങുന്ന അവർക്ക് അജപാലനത്തിന്റെ മറ്റു ഭാഗമാണ് സഭ എങ്ങനെ കൊടുക്കണോ അങ്ങനെ തന്നെ അവർക്ക് അത് പരികർമ്മം ചെയ്തു കൊടുക്കുക. ചുമ്മാ അച്ഛൻ വന്നിട്ട് എങ്ങനെയല്ലോ കുർബാന ചൊല്ലിയിട്ട് അങ്ങ് പോവുക എന്നല്ല, അവർക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നത് പോലെ അത് നൽകുക എന്ന് പറയുന്നത് അജപാലന ദൗത്യമാണ്, അജപാലനപരവും. അടുത്തത് നൈയാമികവുമായ മാനങ്ങളിൽ. നൈയാമികം എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമത്തെ സംബന്ധിക്കുന്നതിനെയാണ് നൈയാമികം എന്ന് പറയുന്നത്. ആരാധനാക്രമ നിയമങ്ങളും കാനൻ ലോയും സംയോജിപ്പിക്കണം. അതിന് രണ്ടും അങ്ങോട്ടും ചേർന്ന് കിടക്കുന്നതാണ്. അതിന്റെ നിയമങ്ങളിൽ അവർ പരിശീലിപ്പിക്കപ്പെടണം. ആരാധനാക്രമത്തിന്റെ നിയമങ്ങൾ. ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ആരാധനാക്രമം എന്നില്ല. പകരം അതിന്റെ നിയതമായ നിയമങ്ങളുണ്ട്. ചിലത് സഭയിൽ ഉരുത്തിരിഞ്ഞു വന്നതായിരിക്കും, ചിലത് ചില കാരണങ്ങളാൽ അങ്ങനെ വെച്ചിരിക്കുന്നതായിരിക്കും, ചിലപ്പോൾ സഭ അങ്ങനെ തീരുമാനിച്ചതുമാകാം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഇങ്ങനെയാണ് ഇതിന്റെ അടയാളം, ഇതിന്റെ അർത്ഥം ഇത് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇനി നമ്മൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടതെന്ന് തിരുസഭ അതിന്റെ പാരമ്പര്യത്തിൽ മനസ്സിലാക്കി ബോധ്യപ്പെട്ട് മെത്രാൻ സംഘം തീരുമാനിച്ചതായിരിക്കും. എങ്ങനെയായിരുന്നാലും അതൊരു നിയമമായിരിക്കാൽ അതിന്റെ ആരാധനാക്രമത്തിന്റെ നൈയാമികത പഠിപ്പിക്കപ്പെടണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഇതിന് ചില ചിട്ടകളും കൃത്യതയൊക്കെ ഉണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അത് പഠിപ്പിക്കപ്പെടണം,
അത് അതിൽ പരിശീലിപ്പിക്കപ്പെടണം. ഈ തിയോളജി പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളിൽ അഥവാ ലിറ്റർജി പഠിപ്പിക്കുമ്പോൾ, തിയോളജി പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ലിറ്റർജി പ്രധാനമായും പഠിപ്പിക്കണം. ലിറ്റർജി പഠിപ്പിക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കണം. ഇതാണ് എൻ്റെ ക്രമം. എല്ലാ ഫാക്കൽറ്റികളിലും സെമിനാരി പരിശീലന സന്യാസ പരിശീലന ഭവനങ്ങളിലും ലിറ്റർജി പഠിപ്പിക്കപ്പെടണം. ഏറ്റവും സീരിയസ് ആയിട്ടുള്ള വിഷയമായി പഠിപ്പിക്കണം. ഇനി അതിൻ്റെ ഫാക്കൽറ്റികളിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പഠിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പഠിപ്പിക്കുമ്പോൾ ഈ ലിറ്റർജിയുടെ ഈ പറഞ്ഞ 5 മേഖലകൾ, തിയോളജിക്കൽ, ഹിസ്റ്റോറിക്കൽ, സ്പിരിച്വൽ, പാസ്റ്ററൽ ആൻഡ് ലീഗൽ, ഈ 5 പേഴ്സ്പെക്റ്റീവുകളിൽ ഊന്നി നിന്നുകൊണ്ട് ലിറ്റർജി പഠിപ്പിക്കണം എന്നാണ് തിരിച്ചു പഠിപ്പിക്കുന്നത്. ഇനി 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 ഇതിനകത്ത് രസമുള്ള വേറെ കാര്യം പറയാൻ പോകുന്നത് അറിയോ? അത് ബാക്കി വിഷയങ്ങൾ പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ്. ഓക്കെ, ആരാധന ലിറ്റർജി പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ളവരോ, ഇപ്പോൾ ഉദാഹരണത്തിന് ഡോഗ്മാറ്റിക് തിയോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് തിയോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, ഗ്രേസിനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, അല്ലെങ്കിൽ കാനനിലോ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, മരിയോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, ഇങ്ങേയറ്റം എന്താ പറയാ എക്കോളജി പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ, അങ്ങനത്തെ വിഷയങ്ങളും, അതായത് പ്രകൃതി ദൈവശാസ്ത്രം, എക്കോളജി, ഇത് പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസറൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. ഇവരുടെ ദൗത്യം എന്താണ്? അവരവർ പഠിപ്പിച്ചാൽ മതിയോ? പഠിപ്പിച്ചാൽ മതിയോ? അല്ല. പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? മറ്റു വിഷയങ്ങളെ അധ്യാപകർ, പ്രത്യേകിച്ച് ഡോഗ്മാറ്റിക് തിയോളജി അഥവാ സൈദ്ധാന്തിക ദൈവശാസ്ത്രം, ഡോഗ്മാറ്റിക് തിയോളജി, ഞാൻ പഠിച്ച വിഷയം ഡോഗ്മാറ്റിക് തിയോളജിയാണ്. ഡോഗ്മാറ്റിക് തിയോളജി, 2 വിശുദ്ധ ലിഖിതങ്ങൾ, സേക്രഡ് സ്ക്രിപ്ചർ, 3 ആധ്യാത്മിക ദൈവശാസ്ത്രം, സ്പിരിച്വാലിറ്റി, 4 പാസ്റ്റർ തിയോളജി തുടങ്ങിയവ പഠിപ്പിക്കുന്നവർ അതത് വിഷയങ്ങളുടെ പ്രത്യേകമായ ആഭ്യന്തര വിശകലനത്തിൽ, ഇന്റേണൽ അനാലിസിസിനകത്ത് മിശിഹായുടെ രഹസ്യവും രക്ഷയുടെ ചരിത്രവും അതുവഴി അവയ്ക്ക് ആരാധനാക്രമത്തോടുള്ള ബന്ധവും വൈദിക പരിശീലനത്തിലെ വിഷയങ്ങളുടെ പരസ്പര ബന്ധവും നിതരാം വ്യക്തമാകത്തക്ക വിധം ശ്രദ്ധ ചെലുത്തണം. ഇതൊരു ഭയങ്കരമായ നിർദ്ദേശമാണ്. സെമിനാരി പ്രൊഫസേഴ്സിന്, ലിറ്റർജിയുടെ പ്രൊഫസേഴ്സ് ലിറ്റർജി പഠിപ്പിക്കുന്നു, ഡോഗ്മാറ്റിക് തിയോളജിക്കാർ ഡോഗ്മാറ്റിക്സ് പഠിപ്പിക്കുന്നു, കാനലോക്കാർ കാനലോ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ പോരാ. പകരം എല്ലാ പ്രൊഫസേഴ്സിൻ്റെയും ദൗത്യമാണ് ലിറ്റർജി പഠിപ്പിക്കുക. എല്ലാ പ്രൊഫസേഴ്സിൻ്റെയും, എല്ലാ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സിൻ്റെയും ദൗത്യമാണ് ലിറ്റർജി പഠിപ്പിക്കുക. എന്തുമാത്രം ഗൗരവമുള്ളതാണ് ആരാധനക്രമം, നിങ്ങൾ ആലോചിച്ച് നോക്കുന്നേരം. ഇനി ഞാൻ വിശദീകരിക്കാം. മറ്റു വിഷയങ്ങളിലെ അധ്യാപകരൊന്ന് ഡോഗ്മാറ്റിക് തിയോളജി പഠിപ്പിക്കുന്നവര്, ഡോഗ്മാറ്റിക് തിയോളജിക്കകത്ത് ത്രിത്വത്തെ തുടങ്ങിയുള്ള ഏറ്റവും സൈദ്ധാന്തികമായ ദൈവശാസ്ത്രത്തിന്റെ ഏറ്റവും തിയററ്റിക്കലായിട്ടുള്ള കോറായിട്ടുള്ള വിഷയങ്ങളാണ് ഈ ഡോഗ്മാറ്റിക്സിനകത്ത് വരുന്നത്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ പറയാറുണ്ട്. ഏറ്റവും അതിൻ്റെ ഹൃദയത്തിലുള്ളത്, ഏറ്റവും ഹാർഡായിട്ടുള്ള വിഷയമൊക്കെ എന്നൊക്കെ പറയാം ഡോഗ്മാറ്റിക് തിയോളജിയുടെ ഏരിയ. രണ്ടാമത്തേത് സേക്രഡ് സ്ക്രിപ്ചറാണ്. സേക്രഡ് സ്ക്രിപ്ചർ വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നവർ. മൂന്നാമത്തേത് ആധ്യാത്മിക ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നവർ അഥവാ സ്പിരിച്വൽ വിഷയങ്ങൾ പഠിപ്പിക്കുന്നവർ. 5 അജപാലന ദൈവശാസ്ത്രം അഥവാ പാസ്റ്റർ തിയോളജിയുടെ വിഷയങ്ങളുണ്ട്, പലതുണ്ട്, അത് പഠിപ്പിക്കുന്നവർ. എന്ന് വെച്ചാൽ അതിനകത്ത് എല്ലാ വിഷയങ്ങളും തന്നെ ഉൾപ്പെടും. പഠിപ്പിക്കുന്നവരൊക്കെ എന്ത് ചെയ്യണം? അതത് വിഷയങ്ങളുടെ ഇന്റേണൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനകത്ത്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മരിയോളജി പഠിപ്പിക്കുന്നു, മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് വേണേൽ മാതാവിനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം മാതാവ്. പക്ഷേ അത് പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് ആരാധനാക്രമത്തെക്കുറിച്ച് സംസാരിക്കണമെന്നാണ്. മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ആരാധനാക്രമത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? മാതാവിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് ആരാധനാക്രമത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത്? അതെങ്ങനെയാണ് എന്നാണ് മരിയോളജി പഠിപ്പിക്കേണ്ട പ്രൊഫസർ ബോധ്യപ്പെടേണ്ടത്. അതൊരു ഇൻഡിപെൻഡന്റ് വിഷയമല്ല, ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ് അത് എന്നാണ്. കുരിശിൻ ചുവട്ടിൽ നിന്ന ആ സ്ത്രീ എങ്ങനെയാണ് ബലിയുടെ ഭാഗമായിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശകലനങ്ങൾ ഉണ്ടാകണം. അവൾ അർപ്പിച്ച ആത്മബലിയെക്കുറിച്ച് മാത്രമല്ല, പരിശുദ്ധ കുർബാനയുടെ സ്ത്രീ എന്നൊക്കെ അറിയപ്പെടുന്ന അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, പരിശുദ്ധ കന്യകാമറിയം അവൾ സഭയാതിരിക്കുന്നതിന്റെ കാരണം അവൾ സഭയുടെ പ്രതീകമായിരിക്കുന്നതുകൊണ്ടാണ്. സഭയെപ്പോലെ ജനിച്ച് മിശിഹായെ ഉദരത്തിൽ വഹിച്ച, ലോകത്തിന് നൽകിയ മിശിഹാ രഹസ്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിച്ച മറിയം ആരാധനാക്രമത്തിന്റെ ഉത്തമ മാതൃകയാണ്. അവളാണ് മിശിഹായെ അടുത്തറിഞ്ഞവൾ, അവളാണ് മിശിഹാ രഹസ്യങ്ങൾ ധ്യാനിച്ചവൾ, അവളാണ് മിശിഹാ രഹസ്യങ്ങളുടെ അടുത്ത് നിന്നവൾ, കുരിശിന്റെ ചുവട്ടിൽ പോലും അടുത്ത് നിന്നവൾ. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ഈ സക്രാരിയിൽ മിശിഹ വസിക്കുന്നത് പോലെ അവളുടെ ഉദരത്തിലാണ് വസിച്ചത്. ഇങ്ങനെ തുടങ്ങി പരിശുദ്ധ സഭയെപ്പോലെ ആയിരിക്കുന്ന മറിയത്തെ വിശകലനം ചെയ്യുന്നതിലൂടെ ആരാധനാക്രമത്തെ പഠിപ്പിക്കാൻ പറ്റും. ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞു. എക്കോളജി
ഒരു ബന്ധമില്ലാന്ന് നമുക്ക് പ്രകൃതി സംരക്ഷണം ഇത് സെമിനാരി പഠിപ്പിക്കുന്ന ഒരു വിഷയമാണ്, ചെറിയ വിഷയമാണ് പ്രകൃതി സംരക്ഷണം. മനുഷ്യൻ പ്രകൃതിയുടെ സ്റ്റീവാർഡാണ്, നമുക്കതിനെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റില്ല, എന്നാൽ അവൻ്റെ ഉപയോഗത്തിന് അതിനെ വിനിയോഗിക്കാം എന്ന് പറയുന്ന വിഷയങ്ങളൊക്കെ ഉൾച്ചേരുന്നതാണ് എക്കോളജി. ലൗദാത്തോ സി ഒക്കെ അതുകൊണ്ടാണ് ദൈവശാസ്ത്രത്തിന്റെ ഭാഗമൊക്കെ ആയിരിക്കും. ആ സമയത്ത് എന്ത് പഠിപ്പിക്കും? അതെങ്ങനെ ആരാധന, അതായത് ഈ പ്രകൃതി ദൈവത്തെ ആരാധിക്കും എന്ന കാര്യം അതിനകത്ത് പ്രധാനപ്പെട്ടതാണ്. പ്രകൃതി ദൈവത്തെ ആരാധിക്കുന്ന പറഞ്ഞാൽ പക്ഷിയൊക്കെ പാട്ട് പാടും എന്നുള്ളതല്ല. സങ്കീർത്തനത്തൊക്കെ പറയുന്ന പോലെ കിളികൾ പ്രഭാതത്തിൽ ഗാനം ആലപിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു പറഞ്ഞ പക്ഷിയാന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷിയുമായി ചലിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് എന്താ കാര്യം എന്ന് വെച്ചാൽ സൃഷ്ടപ്രപഞ്ചം ദൈവത്തിന്റെ മഹത്വത്തെ എപ്പോഴും പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായി നോക്കുന്ന ആരും ദൈവത്തെ ഓർക്കും. ദൈവത്തെ അറിയിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ദൈവത്തെ അറിയിച്ചുകൊണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവം പ്രകൃതിയെ സൃഷ്ടിക്കുമ്പോൾ പ്രകൃതി റെസ്പോണ്ട് ചെയ്യുന്നത് വലിയ കൃതജ്ഞതയോടെയാണ്, ദൈവത്തിന്റെ മഹത്വത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. അത് സത്യത്തിൽ ഈ ആരാധനയാണ്. ദൈവത്തെ പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന, നമ്മളെ ക്ഷണിക്കുന്ന ഒരു ആരാധനയുണ്ട്. ഇനി ഈ പ്രകൃതിയും ആരാധനയിൽ പങ്കാളിയാണ്. പ്രകൃതി റാറ്റ്സിംഗർ പാപ്പയുടെ റൈറ്റിങ്സിനകത്തൊക്കെ ഉണ്ടല്ലോ ഈ വിശുദ്ധ രഹസ്യങ്ങൾ, അപ്പവും വീഞ്ഞും, അത് പ്രകൃതിയെ സൂചിപ്പിക്കുന്നതാണ്. അർപ്പിക്കുന്നത് എന്താണ്? പ്രകൃതിയുടെ ഫലങ്ങൾ മാത്രമല്ല, പ്രകൃതിയെ തന്നെയാണ് അർപ്പിക്കുക. കാരണം അവിടുന്ന് സൃഷ്ടിച്ച പ്രപഞ്ചം അവിടുന്നിൽ നിന്ന് പുറപ്പെട്ടതാണ്, അത് അവിടുന്നിൽ ചെന്ന് പൂർത്തീകരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ആ പ്രപഞ്ചം ഒന്നു ചേർന്ന് നമ്മുടെ ആരാധനയിൽ പങ്കാളിയാകുന്നുണ്ട്. ഈ വിഷയങ്ങൾ പറഞ്ഞു പോകാതെ വെറുതെ പ്രകൃതി ഓസോൺ പാളിയുടെ തുള വീഴാതിരിക്കാനായിട്ട് ക്ലോറോഫ്ലോറോ കാർബൺ ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ളതല്ല എക്കോ തിയോളജി എന്നാണ് അതിന്റെ പ്രശ്നം. അത് ദൈവാരാധനയെക്കുറിച്ച് സംസാരിക്കാനും കൂടിയുള്ളതാണ് ദൈവാരാധന. ഞാൻ പറഞ്ഞ അങ്ങനെ അറ്റത്ത് പോലും അതുണ്ട്. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇടയ്ക്കേറി പറഞ്ഞത്, ഈ പറഞ്ഞ എന്താ പറയുക പ്രധാനപ്പെട്ട വിഷയങ്ങളും അപ്രധാനമായ വിഷയങ്ങൾ എന്ന് പറയുന്നതിനെ കുറിച്ചുകൂടി ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഈ സെമിനാരികളിലും ഫാക്കൽറ്റികളിലും ഒക്കെ ഈ കാര്യത്തിനകത്ത് നല്ല ശ്രദ്ധ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒരു സ്ഥലത്ത് കുട്ടികളാണ് ചെയ്യുന്നത്, തിയോളജി പഠിക്കാൻ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. തിയോളജി പഠിക്കാൻ വരുന്നു, അൽമായരൊക്കെ ധാരാളം പഠിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ്. അവരുടെ പഠനത്തിന്റെ ഭാഗമായി പേപ്പർ എഴുതും. ഞാൻ 2 വർഷത്തെ പേപ്പറുകളുടെ ടൈറ്റിലുകൾ ചുമ്മാ നോക്കിയപ്പം എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചൊരു കാര്യം എന്നറിയാമോ? അതിനകത്ത് ഫെമിനിസ്റ്റ് തിയോളജി ഉണ്ട്, ലിബറേഷൻ തിയോളജി ഉണ്ട്, ദളിത് തിയോളജി ഉണ്ട്, എക്കോ തിയോളജി ഉണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എല്ലാവരും പേപ്പർ എഴുതിയേക്കുന്നത്. മോഡേൺ സംഭവങ്ങളൊക്കെയാണല്ലോ, പുതിയ തിയോളജി ഓഫ് ടെക്നോളജി, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങളിൽ പേപ്പേഴ്സ് ഉണ്ട്. പക്ഷേ പാട്രിസ്റ്റിക്സ് ഇല്ല, സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള പഠനം ഒറ്റ പേപ്പറില്ല, അടിസ്ഥാനപരമായ ഡോഗ്മാറ്റിക് വിഷയങ്ങളിൽ ഒറ്റ പേപ്പറില്ല, സ്ക്രിപ്ചറൽ വിഷയങ്ങളിൽ പേപ്പേഴ്സ് ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് പെട്ടെന്ന് ഫാസിനേറ്റ് ചെയ്യപ്പെടുന്ന പുതുമയുള്ള വിഷയങ്ങൾ. ആണോ? സാങ്കേതികത ദൈവശാസ്ത്രം, അതിമനോഹരമായിരിക്കും, കൊള്ളാലും തന്നെയായിരിക്കും സംഭവം, കൊള്ളാലും. ഇന്നത്തെ IT വേൾഡിൽ അല്ലെങ്കിൽ AI വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതല്ലേ എന്ന് ഒരു സാധാരണക്കാരൻ ചിന്തിക്കാം. പക്ഷേ ഫാക്കൽറ്റികൾ അങ്ങനെ ചിന്തിച്ചുകൂടാ. ഫാക്കൽറ്റികൾ എപ്പോഴും അവരുടെ വേരിൽ ഊന്നിയിരിക്കണം. ഒരു ഫാക്കൽറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈം ദൗത്യം ഡോഗ്മാറ്റിക്സ് ആൻഡ് ലിറ്റർജിയാണ്. ഡോഗ്മാറ്റിക് വിഷയങ്ങൾ, ലിറ്റർജിക്കൽ വിഷയങ്ങൾ, അതിനോട് ചേർന്നാണ് ബാക്കിയെല്ലാം പോകുന്നത്. അവ ഉപേക്ഷിച്ചിട്ട് ഈ ഈ ആധുനിക വിഷയങ്ങളെന്ന് കരുതപ്പെടാവുന്ന സാധനങ്ങളുണ്ടല്ലോ, അവ ശരിക്കും ആധുനിക വിഷയങ്ങളെന്ന് വിളിക്കപ്പെടാൻ പാടില്ല. അവയെ പലപ്പോഴും വിളിക്കപ്പെടാവുന്നത് ഫാഷനബിൾ തിയോളജീസ് എന്നാണ്. ഫാഷനബിൾ തിയോളജീസ് ഒരു ഫാഷനാണ്, അത് കഴിയും, അടുത്ത ഫാഷൻ വരും. പക്ഷേ എപ്പോഴും നിലനിൽക്കുന്ന അടിസ്ഥാന മേഖലകളുണ്ടല്ലോ, അവ ടച്ച് ചെയ്യപ്പെടാതെ പോകരുത്. അവയിലേക്കാണ് പഠിക്കുന്നവരെ എൻകറേജ് ചെയ്യേണ്ടത്. മറ്റതൊക്കെ ഒരു എക്കോ തിയോളജി ഒക്കെ ആർക്കും എപ്പോഴും എഴുതാം. അതേസമയം ട്രിനിറ്റിയെക്കുറിച്ച്, ഡോഗ്മാറ്റിക് വിഷയങ്ങളെക്കുറിച്ച്, സ്ക്രിപ്ചറൽ ഫൗണ്ടേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കാതെ പോയാൽ എങ്ങനെയുണ്ടാവും? അപ്പം അതുകൊണ്ട് എളുപ്പമാണ്, മറ്റത് രസമൊക്കെയാണ്. പക്ഷേ ഈ പറഞ്ഞു വന്നത് ഗൗരവമുള്ളതിന് ഗൗരവം കൊടുക്കണം. സഭ പഠിപ്പിക്കുകയാണ് അങ്ങനത്തെ വിഷയങ്ങളുടെയൊക്കെ ആന്തരിക വിശകലനത്തിനകത്ത് മിശിഹായുടെ രഹസ്യവും രക്ഷയുടെ ചരിത്രവും, മിശിഹാ രഹസ്യവും രക്ഷാ ചരിത്രവും അതുവഴി അവയ്ക്ക് ആരാധനാക്രമത്തോടുള്ള ബന്ധവും വൈദിക പരിശീലനത്തിലെ വിഷയങ്ങളുടെ പരസ്പര ബന്ധവും
നിരന്തരം കൃത്യമായി വ്യക്തമാകത്തക്ക വിധം ശ്രദ്ധ ചെലുത്തി പഠിപ്പിക്കണം. എന്നുവെച്ചാൽ ഒരു വിഷയം അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടില്ല, എല്ലാ വിഷയത്തെയും ഇങ്ങനെ ലിറ്റർജിയോട് കൂട്ടിച്ചേർത്ത് വേണം പഠിപ്പിക്കാനെന്നാണ് തിരുസഭ ആവശ്യപ്പെടുന്നത്. ഇനി വൈദികാർത്ഥികളുടെ ആരാധനാക്രമ പരിശീലനം എന്നോട് പറഞ്ഞിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് എടുത്തിട്ട് തീരുവല്ലേ. സെമിനാരികളിലും സന്യാസ ഭവനങ്ങളിലുള്ള വൈദികാർത്ഥികൾ ആരാധനാക്രമപരമായ ആധ്യാത്മികതയുടെ പരിശീലനം നേടണം. ഒരു ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയിൽ ഫോം ചെയ്യപ്പെടണമെന്നാണ്. അതായത് സാധാരണ ഒരു എന്താ പറയാ, ജനം പരിശീലിപ്പിക്കപ്പെടുന്നത് പോലെ പരിശീലിപ്പിക്കപ്പെട്ട പോരാ, അവരും അങ്ങനെയല്ല, ജനവും അങ്ങനെയല്ല പരിശീലിപ്പിക്കപ്പെടേണ്ടത്. സെമിനാരികളിലും വൈദിക പരിശീലന ഭവനങ്ങളിലും അവർ പരിശീലിപ്പിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? അവരുടെ ആത്മീയ ജീവിതം ആരാധനാക്രമ കേന്ദ്രീകൃതമായ ആത്മീയ ജീവിതമായിരിക്കും. എന്ന് വെച്ചാൽ ആരാധനാക്രമപരമായ സ്പിരിച്വാലിറ്റി, അത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ഉണ്ട്, പോപ്പുലർ സ്പിരിച്വാലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഈശോയും വലിയ കൂട്ടാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ആത്മീയതയുണ്ട്. എന്നാൽ അതിൻ്റെ മറുവശത്ത് ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ഉണ്ട്. ഈ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയിൽ ട്രെയിൻ ചെയ്യപ്പെടണം. ചിലപ്പോഴെങ്കിലുമൊക്കെ കാണാറുള്ള ഒരു കാര്യം, ഒരു ആത്മവിമർശനമാണ്, അപൂർവമായിട്ടെങ്കിലും ചിലപ്പോൾ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയിൽ പരിശീലിപ്പിക്കപ്പെട്ടത് പകർന്നു കൊടുക്കേണ്ട ആളുകൾ പോലും ചിലപ്പം എന്താ പറയാ, പോപ്പുലർ പൈറ്റിയിലേക്ക് മുങ്ങിപ്പോകുന്ന കാണാറുണ്ട്. വളരെ സാധാരണമായ എന്താ പറയാ, ഈ ഇങ്ങനെ സിമ്പിൾ ഫെയ്ത്ത് എന്നൊക്കെ അതിന് പേരിട്ട് വിളിച്ചിട്ടെ, അങ്ങനെ കുഞ്ഞു വിശ്വാസത്തിനകത്ത് അതൊക്കെ മതിയല്ല, അതുണ്ടായാൽ മതിയല്ലോ, അതിൽ കൊണ്ട് നമ്മൾ നോക്കേണ്ടതില്ല, ബാക്കിയൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഇതിനെക്കുറിച്ച് ഇത്ര ടെക്നിക്കലായിട്ടൊന്നും പഠിക്കണ്ട, അതൊക്കെ മതി എന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ഒരു സന്യാസ സമൂഹം ഇങ്ങനെ കരുതുകയെന്ന് വിചാരിച്ചോ, കുറച്ചുകൂടെ ഫ്രീഡത്തിന് എല്ലാവരും അപ്പനാപ്പന പ്രാർത്ഥിക്കട്ടെ, നമുക്ക് ഈ യാമപ്രാർത്ഥനയൊന്നും വേണ്ട, അങ്ങനെ തീരുമാനിച്ചാൽ അതിൽ തന്നെ അത് തകർന്നു പോകും. ആരാധനാക്രമ ആധ്യാത്മികതയാണ് പൗരോഹിത്യത്തിൻ്റെയും സന്യാസത്തിൻ്റെയും ഒപ്പം അൽമായ ജീവിതത്തിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത്. അതിലാണ് ബാക്കിയെല്ലാം നിലനിൽക്കുന്നത്. ഈ മറ്റു കാര്യങ്ങളൊക്കെ, ബാക്കി എല്ലാ തരത്തിലുള്ള ആത്മീയതയും ഇതിൽ നിന്ന് പുറപ്പെടുന്നതോ ഇതിലേക്ക് നയിക്കുന്നതോ ഇതിൻ്റെ താഴെ നിൽക്കുന്നതോ ആണ്. ആരാധനാക്രമ ആത്മീയതയുടെ താഴെ നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ശരിയായ ആത്മീയതയുള്ള ആൾ ആരാണ് സഭയിലെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റിയെ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ എന്നാണ് അതിന്റെ ഉത്തരം. ആരാധനാക്രമപരമായ ആത്മീയതയെ ഗൗരവമായിട്ട് എടുക്കുന്നവരാണ് യഥാർത്ഥ ആത്മീയതയുള്ളവർ. ചിലപ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അല്ലാതെ തെറ്റിദ്ധരിക്കാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഭയങ്കര പാവമായിട്ട് നടക്കുന്നവര്, ഇങ്ങനെ എന്താ പറയാ, വില കുറഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് ഇങ്ങനെ നടക്കുന്ന ആളുകൾ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സാധുക്കളെ പോലെ അയ്യോ എൻ്റെ ഈശോ അങ്ങനെ പറയുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളതാണ് ശരിക്കുള്ള ഈ സ്പിരിച്വാലിറ്റി എന്ന് ഒരു കോമൺ തെറ്റിദ്ധാരണ ആളുകളുടെ ഇടയ്ക്കുണ്ട്. അങ്ങനെ ചെയ്യുന്നത് മോശമെന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ, അങ്ങനത്തെ ആൾക്കാരെ കുറിച്ച് പറയുകയല്ല. പകരം ഏറ്റവും ശരിയായ സ്പിരിച്വാലിറ്റി ഉള്ളവർ ലിറ്റർജിക്കൽ സ്പിരിച്വാലിറ്റി ഉള്ളവരാണ്, ആരാധനാക്രമ ആത്മീയതയുള്ളവരാണ്. അതായത് ആരാധനാക്രമ കേന്ദ്രീകൃതമായി ദൈവീക രഹസ്യങ്ങളെയും പ്രാർത്ഥനയെയും വ്യാഖ്യാനിക്കുകയും അവയ്ക്കുള്ള പ്രാധാന്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ എന്ന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരെയാണ് നമുക്ക് ട്രസ്റ്റ് ചെയ്യാവുന്നത്. അവരാണ് ശരിയായ ആത്മീയതയുള്ള ആളുകൾ എന്നാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. തിരുസഭ മനസ്സിലാക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് അതാണ്, വേറൊന്നുമല്ല. ഇനി നേടണം വിശുദ്ധ പരികർമ്മങ്ങൾ മനസ്സിലാക്കുന്നതിനും സർവാത്മന വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷത്തിലും മറ്റ് ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ആരാധനാക്രമത്തിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ് പങ്കെടുക്കുന്നതിനും യുക്തമായ പരിശീലനമാണ് അവർക്ക് നൽകേണ്ടത്. ഈ വൈദികാർത്ഥികൾക്ക് സെമിനാരി കൊണ്ട പരിശീലനം എന്തിനുള്ള പരിശീലനമായിരിക്കണം? എന്തിനുള്ളതെന്നറിയാമോ? ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, വിശുദ്ധ പരികർമ്മങ്ങൾ മനസ്സിലാക്കാൻ, അതായത് പരികർമ്മം ചെയ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം. എന്തുകൊണ്ടാണത് അങ്ങനെ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്, എന്തുകൊണ്ടാണത് അങ്ങനെ മുറിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ പറ്റണം. ഒരു ചെറിയൊരു ഉദാഹരണം ഇതിനിടയ്ക്ക് കയറി പറയാം. അതായത് ഞാൻ ഒത്തിരി പേരോട് ചോദിച്ചു നോക്കിയിട്ടുണ്ട്, ആർക്കെങ്കിലും അറിയാവുന്ന അറിയാൻ വേണ്ടിയിട്ട്. ഈ ലത്തീൻ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. അപ്പൊ അതിനദ്ദേഹം അവരോട് തന്നെ പലരോടും ചോദിച്ചു നോക്കിയിട്ടുണ്ട്. ഇവൻ അതിനകത്ത് ഒത്തിരി ഇങ്ങനെ അറിവുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആരും തന്നെ അധികം ഉത്തരം പറഞ്ഞിട്ടില്ല. ലത്തീൻ കുർബാനയിൽ അച്ഛൻ ഉപയോഗിക്കുന്ന തിരുവോസ്തിയുടെ ഒരു ഭാഗം മുറിച്ച് കാസയ്ക്കകത്ത് ഇടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമായിരിക്കും. എന്തുകൊണ്ടാണത്? പലരും വിചാരിക്കുന്നത് അപ്പവും വീഞ്ഞും കലർത്തുന്നത് കൊണ്ടാണ് എന്ന് കരുതാറ്. അപ്പവും വീഞ്ഞും കൂടെ കൂടിച്ചേർത്ത് കലരാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് പല ആളുകളും പറയാം. ഇതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അതിന് ഹിസ്റ്ററി പഠിക്കണമെന്ന് ഞാൻ മുമ്പ് കൗൺസിൽ പറഞ്ഞില്ലേ, ഹിസ്റ്ററി പഠിക്കണമെന്ന്. ഇതിന്റെ ചരിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ പണ്ട് പഠിച്ചു, ആരാധനാക്രമത്തിന്റെ അധികാരിയും ഉത്തരവാദിയും മെത്രാനാണ്.
അപ്പം മെത്രാനോട് കൂടെ വൈദിക ഗണം ഡീക്കന്മാരോടൊപ്പം അർപ്പിക്കുന്ന ബലിയാണ് ഏറ്റവും പൂർണ്ണമായ ബലിയർപ്പണം. അപ്പം നമ്മൾ മെത്രാന്റെ പേര് പറയുന്നത് പോലും മെത്രാനാണ് ഇതിന്റെ അധികാരി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചായിരുന്നു, അല്ലെ? ഓർമ്മയുണ്ടാവും. ഇനി ഇതെന്തിനാ ചെയ്യുന്നറിയോ? പണ്ട് ഇങ്ങനെയായിരുന്നു. ഇപ്പൊ ഞാൻ ഒരു അച്ഛനാണ്. അപ്പൊ ഞാൻ ബലിയർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ബിഷപ്സ് ഹൗസിൽ നിന്ന് മെത്രാൻ കുർബാന ചൊല്ലിയപ്പോൾ ആശീർവദിച്ച ഒരു തിരുവോസ്തി ഞാൻ കൊണ്ട് സക്രാരിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഓരോ പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോഴും അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം മുറിച്ചെടുത്ത് ഇതിനകത്ത് കലർത്തും. അതായത് മെത്രാന്റെ പരിശുദ്ധ കുർബാനയോട് ഈ പരിശുദ്ധ കുർബാനയെ കലർത്തും. എന്നിട്ട് ജനത്തോട് പറയുകയാണ്, ഇത് ഈ അച്ഛൻ ചെയ്യുന്ന പരിപാടിയല്ല, അച്ഛൻ മെത്രാന്റെ കൂട്ടുശുശ്രൂഷയിലാണ് ഈ ബലി അർപ്പിക്കുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത്. പിന്നീട് കാലക്രമത്തിൽ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ കൊണ്ടുവരുന്നതിന് പകരം അതിൽ നിന്ന് തന്നെ ഒരു കഷ്ണം മുറിച്ചിടാൻ തുടങ്ങി. ഇതാണ് അതിന്റെ സംഭവം. അതായത് മെത്രാനോടുള്ള ബന്ധമാണ് സത്യത്തിൽ അത് സൂചിപ്പിക്കുന്നത്. അല്ലാണ്ട് അപ്പവും മീനോട് കൂടി കലർത്തുന്ന, ഈശോയുടെ ശരീരക്തങ്ങൾ കലർത്തുന്നതല്ലത്. ഇതെങ്ങനെയാ മനസ്സിലാവുക? അതിന്റെ റൂബ്രിക്സിന്റെ അർത്ഥവും കാരണവും പഠിക്കണം. അപ്പോഴാണ് ഇത് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാകാത്ത ഒരാൾക്ക് അച്ഛൻ എന്തോ മുറിച്ച് ഇതിനകത്തിരുന്നു, നമുക്ക് കുറച്ചുകൂടെ മുറിച്ച് ഇടാൻ പറ്റില്ല, എന്റെ ഇളക്കം കൂടി ചെയ്യാലോ എന്നൊക്കെ ഒരാളിങ്ങനെ ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സാധാരണ പാവ മനുഷ്യൻ ഇത് ചെയ്യണം. ഇത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? എന്താണ് ഇതെന്ന് അറിയണം. അപ്പൊ ഈ കാർമ്മികർ പരികർമ്മം ചെയ്യുന്ന വൈദികാർത്ഥികൾ ഇത് കൃത്യമായി അറിയണം. അതിനെയാണ് ഈ പരികർമ്മങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത്. പരികർമ്മങ്ങൾ മനസ്സിലാക്കാനും, 2 സർമാത്മന വിശുദ്ധ രഹസ്യങ്ങളുടെ ആഘോഷത്തിലും മറ്റ് ഭക്തി അഭ്യാസങ്ങളിലും വിശുദ്ധ ആരാധനക്രമത്തിന്റെ ചൈതന്യത്താൽ നിറഞ്ഞ് പങ്കെടുക്കുന്നതിനും. അതായത് ആരാധനക്രമത്തിലായാലും ഇപ്പൊ നൊവേനകൾക്കകത്താണേലും ലിറ്റേർജിക്കൽ സ്പിരിറ്റോടുകൂടെ പങ്കെടുക്കാനായിട്ട് വൈദികർ പരിശീലിപ്പിക്കപ്പെടണം. ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് കളയരുത്. യുക്തമായ പരിശീലനം അവർക്ക് നൽകേണ്ടത്. അതുപോലെ തന്നെ ആരാധനാക്രമ നിയമങ്ങളുടെ പാലനം അവർ പഠിക്കണം. ലിറ്റേർജിക്കൽ ലോസ്, ഒരു ആരാധനാക്രമത്തിൽ എന്താണ് നിയമം, എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്, എന്താണ് അതിന്റെ നിയമം, അതവർ പഠിക്കണം. അല്ലാണ്ട് അവർക്കിഷ്ടമുള്ളതുപോലെ ചെയ്താൽ പോരാ. നിയമം പഠിക്കണം. ലിറ്റേർജിക്കൽ ലോ അത് കൃത്യമായി പഠിക്കണം. അതിന്റെ കാരണം അറിയണം. കാരണം അറിയാത്തപ്പോഴാണ് പലപ്പോഴും ബോധ്യപ്പെടാത്തപ്പോഴാണ് അത് ലംഘിക്കുന്നത്. കാരണം അറിയണം. കാരണം അറിയുന്നതിനെയാണ് ഈ പലപ്പോഴും പഠിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് പഠിക്കണം. ഇനിയോ, എന്നിട്ട് അതിന്റെ നിയമങ്ങളുടെ പാലനം അവർ പഠിക്കണം. നിയമങ്ങളും പഠിക്കണം, അത് പാലിക്കാനും പഠിക്കണം. അഥവാ മറുവശത്ത് അവരെ അത് പഠിപ്പിക്കണം എന്ന് തന്നെ പറയണം. അങ്ങനെ സെമിനാരികളിലൂടെയും സന്യാസ ഭവനങ്ങളിലൂടെയുമുള്ള ജീവിതം ആരാധനാക്രമ ചൈതന്യത്തിന്റെ ആഴത്തിൽ രൂപം കൊള്ളണം. ഒരു ലിറ്റേർജിക്കൽ സ്പിരിറ്റിനകത്താണ് സെമിനാരി സന്യാസ പരിശീലനങ്ങൾ രൂപം കൊള്ളേണ്ടത്. അല്ലാതെ കുറച്ച് സോഷ്യൽ വർക്ക് ചെയ്യാനായിട്ട് പരിശീലിപ്പിക്കപ്പെടലും കമ്മ്യൂണിറ്റി ലിവിങ്ങിനകത്ത് പരിശീലിപ്പിക്കപ്പെടലും മാത്രമല്ല, അതിൻ്റെയൊക്കെ മുകളിൽ ലിറ്റേർജിക്കൽ ലൈഫിനകത്ത് അവർ പരിശീലിപ്പിക്കപ്പെടണം. അത് സന്യാസ ഭവനങ്ങളിലും ചെയ്യണം. പലപ്പോഴും അച്ഛന്മാരല്ലേ കുർബാനയൊക്കെ അർപ്പിക്കണം, അതുകൊണ്ട് അവരല്ലേ അത് പഠിക്കണമെന്നോ, അല്ലെങ്കിൽ ഇടവക ജനത്തിന് കൂടുതൽ കുർബാന അർപ്പിക്കുന്നത് അവരല്ലേ എന്ന് സന്യാസ വൈദികരോ ചിന്തിക്കാൻ പാടില്ല. സന്യാസ ആശ്രമങ്ങളിലും അവരുടെ പരിശീലന ഭവനങ്ങളിലും സിസ്റ്റേഴ്സിന്റെ ആയാലും വൈദികരുടെ ആയാലും അതിനകത്തും സ്വാഭാവികമായും വളരെ ഗൗരവമായി അജപാലന ശുശ്രൂഷയിൽ ഏർപ്പെടുന്ന രൂപത വൈദികരുടെ പരിശീലന ഭവനങ്ങളിൽ, സെമിനാരികളിലും ഈ കാര്യം ആരാധനാക്രമത്തിന്റെ നിയമങ്ങൾ, ആരാധനാക്രമ ചൈതന്യത്തിലുള്ള ആത്മീയത അത് ആഴത്തിൽ പഠിപ്പിക്കപ്പെടണം. അങ്ങനെ അവർ രൂപീകരിക്കപ്പെടണം. ദേ ഷുഡ് ബിക്കം ലിറ്റേർജിക്കൽ പേഴ്സൺസ്. അവർ ആരാധനാക്രമ വ്യക്തികളായി മാറണം, രൂപപ്പെടണമെന്ന് തന്നെയാണ് കൗൺസിൽ അതിശക്തമായി ആവശ്യപ്പെടുന്നത്. ഇനി അവർക്കുള്ള വൈദികർക്കുള്ള സഹായത്തെക്കുറിച്ച് കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുന്ന ഇടവക വൈദികരെയും സന്യാസ വൈദികരെയും രണ്ടുപേരെയും തിരുക്കർമ്മങ്ങളിൽ അനുഷ്ഠിക്കുന്നവ കൂടുതൽ പൂർണ്ണമായി മനസ്സിലാക്കാനും ആരാധനാക്രമ ജീവിതം നയിക്കാനും തങ്ങൾക്ക് പരമേൽപ്പിക്കപ്പെട്ടിരുന്ന വിശ്വാസികളുമായി അവ പങ്കുവയ്ക്കാനും ഉചിതമായ എല്ലാ മാർഗങ്ങളും വഴി അവർ സഹായിക്കപ്പെടണം. അവർക്കത് ജീവിക്കാനും പങ്കുവയ്ക്കാനും പറ്റണം, ദൈവജനത്തെ പങ്കുവയ്ക്കാൻ പറ്റണം. അങ്ങനെ ആരാധനാക്രമ ജീവിതം നയിക്കാനും ആരാധനാക്രമങ്ങളിൽ അനുഷ്ഠിക്കപ്പെടുന്നവ കൂടുതൽ പൂർണ്ണമായി മനസ്സിലാക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിൽ ദേ ഷുഡ് ബി ഹെൽപ്ഡ്. അവർ അവരുടെ പരിശീലനത്തെക്കുറിച്ച് തന്നെ പറയണം. അവർ അതിനുവേണ്ടി സഹായിക്കപ്പെടണം. അതെല്ലാ അർത്ഥത്തിലും പരിശീലന കാലഘട്ടത്തിൽ സഹായിക്കപ്പെടണം. ഒപ്പം ഇനി അവരുടെ പൗരോഹിത്യ ജീവിതത്തിനകത്ത് ഒരു വൈദികൻ ഇടവകയിലുണ്ട്. അപ്പൊ അച്ഛന് ഈ ആരാധനാക്രമ ജീവിതം ശരിയായി നയിക്കാൻ പറ്റുന്ന വിധത്തിൽ അച്ഛൻ സഹായിക്കപ്പെടണം. അത് സഭാധികാരത്തിന്റെ മേഖലയിൽ നിന്നും വേണം, ദൈവജനത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹായവും ആവശ്യമുണ്ട്. അങ്ങല്ലാണ്ട് എന്ന് വെച്ചാൽ സഹായം എന്ന് പറഞ്ഞാൽ അച്ഛനങ്ങനെ പറ്റത്തില്ല എന്ന് അച്ഛനെ പ്രഷർ ചെയ്യാൻ പാടില്ല.
അച്ഛൻ സഹായിക്കപ്പെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കലും മുതൽ എല്ലാ അർത്ഥത്തിലും അത് എന്താ പറയുക, ബാഹ്യമായും ആന്തരികമായും ദൈവജനത്തിന്റെ പങ്കാളിത്തം കൊണ്ടും സഭാധികാരികളുടെ പ്രോപ്പറായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും ഈ വൈദികർക്ക് ആരാധനാക്രമത്തെ അത് 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 ശരിക്കും അത് പരികർമ്മം ചെയ്യാനും വിശ്വാസികളുമായി പങ്കുവെക്കാനും ആരാധനാക്രമ ജീവിതം നയിക്കാനും ആവശ്യമായ എല്ലാ വിധത്തിലും അവർ സഹായിക്കപ്പെടണം എന്ന് കൗൺസിൽ പഠിപ്പിക്കും. ഇനി അടുത്തത് ആരാധനാക്രമ പരിശീലനവും വിശ്വാസികളുടെ ആന്തരികവും ബാഹ്യവുമായ സജീവ ഭാഗഭാഗത്തുള്ള പരിശീലനവും, ആരാധനാക്രമത്തിലും അതിന്റെ പങ്കാളിത്തമുള്ള പരിശീലനവും അവരുടെ പ്രായത്തിനും പരിസ്ഥിതിക്കും ജീവിതാവസ്ഥയ്ക്കും വിശ്വാസ സംസ്കാരത്തിനും നിലവാരത്തിനും അനുസരിച്ച് ആത്മാക്കളുടെ അജപാലകർ സശ്രദ്ധമായും ക്ഷമാപൂർവമായും നിർവഹിക്കണം. അൽമായ സമൂഹത്തിന് വേണ്ടി എങ്ങനെ ചെയ്യണം? ക്ഷമയോടെ സശ്രദ്ധം വൈദികർ ഇത് ദൈവജനത്തിന് പരികർമ്മം ചെയ്യണം എന്നാണ് കൗൺസിൽ പഠിപ്പിക്കുന്നത്. അടുത്തതോ, ദൈവിക രഹസ്യങ്ങളുടെ പങ്കുവയ്ക്കലിലെ സർവ്വപ്രധാനമായ ചുമതലകളിൽ ഒന്നാണ് ഇതുവഴി വിശ്വാസികൾക്ക് വേണ്ടി നിർവഹിക്കുന്നത്. ഈ ലിറ്റർജിക്കൽ പരികർമ്മം എന്ന് പറയുന്നത് വൈദികരുടെ ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കലിനകത്തെ സുപ്രധാനമായ ധർമ്മമാണ്. എന്ന് വെച്ചാൽ ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനാണല്ലോ വൈദികർ നിയോഗിക്കപ്പെടുന്നത്. അവരാ നിയോഗത്താൽ അവരെ നിയോഗിച്ചിരിക്കാൻ എന്നത് അവർ നിർവഹിക്കുന്നത് പ്രധാനമായും ആരാധനാക്രമത്തിലൂടെയാണ് എന്ന് തിരുസഭ പഠിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് അച്ഛൻ്റെ ഒരു പാർട്ട് ടൈം പരിപാടി, അച്ഛൻ കുർബാന ചെല്ലുന്നു ബാക്കി എന്നല്ല. അതായത് ഒത്തിരി സാമൂഹിക സേവനം ചെയ്യുന്ന അച്ഛൻ പിന്നെ കുർബാന ചെല്ലും എന്ന മട്ടിലല്ല. അച്ഛൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ആരാധനാക്രമമാണ്. അത് കുർബാനയിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ദൈവജനത്തെ ഒരു ആരാധനാക്രമ പങ്കാളിത്തത്തിൽ ആരാധനാ സമൂഹമായി പരിപാലിക്കുക, പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് അജപാലന ദൗത്യമാണ്. ഇനി സ്വന്തം അജഗണത്തെ വാക്കുകളാൽ മാത്രമല്ല മാതൃക വഴിയും അവർ നയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? അവർ നന്നായി ആരാധനാക്രമത്തിൽ പങ്കുചേരണം, അതിന്റെ സത്മാതൃക കൊടുക്കണം, ഒപ്പം അവരെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇനി അവസാനത്തെ കാര്യം അത് മാധ്യമങ്ങളും ആരാധനാക്രമവുമായി ബന്ധപ്പെട്ടാണ്. മാധ്യമങ്ങൾ എന്ത് ചെയ്യണം? ഇതിനകത്തൊക്കെ ഈ എഡ്യൂക്കേഷൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. തിരുക്കർമ്മങ്ങളുടെ സംപ്രേഷണം റേഡിയോ, ടെലിവിഷൻ ഇവയുടെ സഹായത്താൽ ചെയ്യുമ്പോൾ ഈ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളത് കണ്ടായിരുന്നു. അത് മാധ്യമങ്ങളിലൂടെ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കാര്യം ലൈവ് ടെലികാസ്റ്റോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുർബാന അർപ്പണത്തിന്റെ കാര്യത്തിൽ, ഇപ്പൊ കല്യാണമോ ഒരു സംസ്കാര ശുശ്രൂഷയോ ഒക്കെ ചെയ്യുന്നത് പോലെയല്ല, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുന്ന അത് ടെലികാസ്റ്റ് ചെയ്യേണ്ട സമയത്ത് എന്ത് ചെയ്യണമെന്നാണ് കൗൺസിൽ പഠിപ്പിക്കണമെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ ഒരു TV-യിലൂടെയോ റേഡിയോയിലൂടെയോ ഇത് പരികർമ്മം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? വളരെ വിവേകത്തോടെ ആകർഷകമായി അനുഷ്ഠിക്കണം. വളരെ സോളമായിട്ട് ശ്രദ്ധാപൂർവം. എന്ന് വെച്ചാൽ ഇത് പലരും കാണും എന്നുള്ളതാണ് അതിന്റെ കാര്യം. പള്ളിക്കകത്ത് വരുന്നവർ മാത്രമല്ലോ. ഇത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെലിവിഷൻ, ഒരു ക്രൈസ്തവ ടെലിവിഷനകത്ത് കുർബാന ടെലികാസ്റ്റ് ചെയ്യാണ്, എല്ലാവരും കാണും. അതിനകത്തൊരു ചെറിയ ഒരു പാളിച്ചയോ ഇതുണ്ടെങ്കിൽ ആളുകളെ ഇതെന്തായിരിക്കും അങ്ങനെ എന്ന് തെറ്റിദ്ധരിക്കും. അപ്പം അതുകൊണ്ട് ഒന്ന് ആകർഷകമായിരിക്കണം, ഏറ്റവും നല്ല ഒരുക്കത്തോടെ അർപ്പിക്കണം. 2 വിവേകത്തോടുകൂടെ അനുഷ്ഠിക്കണം. അടുത്തതെന്താണ്? ഈ കർത്തവ്യത്തിനു വേണ്ടി മെത്രാന്മാരാൽ നിയോഗിക്കപ്പെട്ട യോഗ്യരായ ആളുകളുടെ നേതൃത്വത്തിലും ഉത്തരവാദിത്തത്തിലും മാത്രം അവ അനുഷ്ഠിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും മീഡിയയിൽ ആരാധനാക്രമം സംബന്ധമായ കാര്യങ്ങൾ ടെലികാസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നാണ്. അതിന് മെത്രാന്റെ അനുവാദം വേണം, അത് നിയോഗിച്ചവർ വേണം അത് ചെയ്യാനെന്നും കൂടെ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ആരാധനാക്രമം ടെലികാസ്റ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഓൺലൈനിൽ അല്ലെങ്കിൽ യൂട്യൂബ് വഴി പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് ടെലികാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഞാൻ ഈ കാര്യം നോക്കണം. മെത്രാന്മാരാൽ നിയോഗിക്കപ്പെട്ട യോഗ്യരായ ആളുകളുടെ നേതൃത്വത്തിലും ഉത്തരവാദിത്തത്തിലും മാത്രം അവ അനുഷ്ഠിക്കണം. എന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ള പോലെ ഇതാ പോരാ, മെത്രാനെ അറിയിക്കണം, മെത്രാനെ അനുവദിക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളുടെ മോണിറ്റർ ചെയ്യുന്ന സംവിധാനത്തിനകത്തോടെ വേണം അത് ചെയ്യാൻ. അപ്പം അത് 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 ആർക്കും എവിടെ ഇപ്പോൾ ഒരാൾ ഒരു 5-6 പേര് കൂടി ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നമുക്കെന്നാ യാമപ്രാർത്ഥന ടെലികാസ്റ്റ് ചെയ്തേക്കാം, ഒരു ചാനൽ ഉണ്ടാക്കിയിട്ട് ചെയ്തേക്കാം എന്ന് തീരുമാനിക്കാൻ പാടില്ല എന്നാണ്. ഇതെന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം 2 ഒന്ന്, ഇത് ദേവാലയത്തിന് പുറത്തേക്ക് പോകുന്നു. അത് പലരും കാണുന്നു, പല സാഹചര്യങ്ങളിലും കാണപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന് വിവേകം വേണം. 2, എന്താ പറയുക, ആരാധനാക്രമത്തിൻ്റെ മഹത്വവും പരിഭാവനതയും ഈ മീഡിയയിലൂടെ പരീക്ഷിക്കപ്പെടുമോ എന്ന് സൂക്ഷിക്കണം. ഇനി ഇതിനകത്ത് പറയാത്ത മറ്റൊരു കാര്യത്തെക്കുറിച്ച്, അതിൻ്റെ വാലിഡിറ്റിയെക്കുറിച്ചുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. വാലിഡിറ്റി കുറിച്ച്, അതായത് ഈ ഈ കുർബാനയൊക്കെ മീഡിയ വഴി, ഇപ്പം TV-യിൽ കുർബാന കണ്ടാൽ അത് വാലിഡാണ്. ഫോണിലൂടെ കുമ്പസാരിക്കാമോ?
ദൂരെയാണ്, വളരെ ദൂരെയാ. അവിടെ എങ്ങും ആ രാജ്യത്തെ വൈദികരില്ല. അപ്പം പരിചയമുള്ള വികാരിച്ചനുണ്ട്. വികാരിച്ചനോട് വീഡിയോ കോളിൽ കുമ്പസാരിക്കാമോ? വേറെ മാർഗമില്ല. അപ്പം കുമ്പസാരിക്കാമോ? കല്യാണം കഴിക്കാൻ 2 രാജ്യത്താണ് രണ്ടുപേരും. ഒരാൾ അന്റാർട്ടിക്കയിലും ഒരാൾ ആഫ്രിക്കയിലുമാണ്. ഇവരെ കല്യാണം നടത്താം. അപ്പൊ ഇന്ത്യയിൽ ഇരിക്കുന്ന അച്ഛനെ ഇവർ രണ്ടുപേരെയും ഒരു സൂം മീറ്റിംഗിൽ കല്യാണം കഴിപ്പിക്കാമോ? കുർബാന കൂടാമോ? ശാലം ടിവിയിൽ കുർബാന വരുന്നു, കുർബാന കൂടാമോ? ഉത്തരം ഇതാണ്: കൂദാശകളൊന്നും, 7 കൂദാശകൾ ഒന്നും മാധ്യമങ്ങളിലൂടെയുള്ള സ്വീകരണം വാലിഡ് അല്ല. ഒരു കൂദാശയും സാധുവായി മാധ്യമങ്ങളിലൂടെ സ്വീകരിച്ചുകൂടാ. ഫോണിലൂടെ സംസാരിക്കാൻ പറ്റില്ല, കൗൺസിലിംഗ് നടത്താം, ഒരു കുഴപ്പമില്ല. ഫോണിലൂടെ ആശീർവാദം സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. അച്ഛാ എന്നെ ഒന്ന് പള്ളി പരീക്ഷിക്കുമോ, അച്ഛ ഒന്ന് ആശീർവദിച്ച് എന്ന ഫോണിലൂടെ ആശീർവാദം സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. ഫോണിലൂടെ അല്ലെങ്കിൽ ടി വിയിലൂടെ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല. കൂദാശയ്ക്ക് പ്രോക്സിമിറ്റി വേണം. നൽകുന്നയാളും സ്വീകരിക്കുന്നയാളും ഒരുമിച്ചുണ്ടാകണം. പ്രോക്സിമിറ്റി ആവശ്യമാണ്. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെയുള്ള കൂദാശ സ്വീകരണം സാധുവല്ല, അവ വാലിഡ് അല്ല. ഇനി പിന്നെ എന്തിനാണ് അതെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്? എന്നാൽ പിന്നെ ചെയ്യേണ്ടിരുന്നൂടെ? ചിലപ്പോൾ ഈ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടാവും. അവർക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവര് സ്പിരിച്വൽ റിസപ്ഷൻ ഓഫ് ദ യൂക്രിസ്റ്റ് ഉണ്ട്, കുർബാന ആത്മീയ സ്വീകരണം. അത് നടത്തുമ്പോൾ അവരെ സഹായിക്കാൻ വേണ്ടി മാത്രം, അവർക്ക് അത് കണ്ട് ഓർക്കാം എന്ന് മാത്രം. അവിടെ അവർക്ക് കുർബാന കിട്ടുന്നില്ല. പകരം അവർക്ക് അതിന്റെ ഓർമ്മകൾ ഉണർത്താൻ കഴിയുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നു എന്ന് മാത്രം. ഒരു സ്പിരിച്വൽ റിസപ്ഷൻ. കാരണം എന്താ? ഹ്യൂമൻലി ഇമ്പോസിബിൾ, അവർക്ക് പോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ കുർബാനയേ ഇല്ലാത്ത ഒരു രാജ്യത്ത് താമസിക്കുന്ന ഒരു ആൾ, ആ ആൾക്ക് വേറെ ഓപ്ഷനും ഇല്ല. അവർ ഞായറാഴ്ചകളിൽ അവർ ആ കുടുംബങ്ങളൊക്കെ ഒരുമിച്ച് കൂടി കുർബാന ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പിൽ ഭക്തിയോടെ അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല. അവർക്ക് കൂദാശ സ്വീകരിക്കാൻ പറ്റില്ല. അത് നേരിട്ടിലും മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു സ്പിരിച്വൽ റിസപ്ഷൻ നടക്കും എന്നത് മാത്രമാണ് എൻ്റെ കാര്യം. ഇതൊരിക്കലും പകരം വെക്കാനും പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പള്ളിയിലോട്ട് പോകുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് കൂടിക്കോളാം എന്ന് പറയാൻ പറ്റത്തില്ല. ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ പള്ളിയിലോട്ട് പോകുന്നില്ല, ഞാൻ ഇന്ന് ടി വി കൂടിയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വാലിഡ് ആയിട്ടുള്ള ഒരു കൂദാശ സ്വീകരണമാവില്ല. ആ സമയം നൊവേനകൾ കൂടാ, ഒരു കുഴപ്പമില്ല. സാക്രമെന്റ്സിന് മാത്രമാണ് ഈ വ്യത്യാസമുള്ളത്. നൊവേനകൾ കൂടാ, മറ്റ് അനുഗ്രഹങ്ങളൊക്കെ മേടിക്കാം, കൗൺസിലിംഗ് ഒക്കെ നടത്താം. അങ്ങനെ അജപാലിന്റെ മറ്റ് സഹായങ്ങളൊക്കെ ഈ ഓൺലൈൻ വഴി കൂടാം. പക്ഷെ 7 കൂദാശകൾ അത് പറ്റില്ല. കൂദാശകളുടെ സ്വീകരണം അത് അനുവദിച്ചിട്ടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ചോദിക്കാനുള്ളത് നമ്മുടെ യാമപ്രാർത്ഥനയും കുർബാനയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന. നമ്മുടെ സന്യാസമാണെങ്കിലും യാമപ്രാർത്ഥന തുടങ്ങിയിട്ട് കുർബാനയ്ക്കാണെങ്കിൽ നമ്മൾ ലേറ്റായി വളരെ അതിൽ പങ്കെടുക്കാം. യാമപ്രാർത്ഥനയില് ഒരു പക്ഷേ ഒരാൾക്ക് ഹിമ്മൊക്കെ തുടങ്ങിയതിന് ശേഷം വരുവാണെങ്കിൽ നമ്മൾ ആ പ്രാർത്ഥനയോട് കണ്ടിന്യൂ ചെയ്യണോ? അത് ആദ്യം മുതൽ പേഴ്സണലായിട്ട് ചെയ്യുന്നത് ഏതാണ് അതിന്റെ ഫലം കൂടുതലായിട്ട്? അതായത് രണ്ട് കാര്യം പറയണം. താമസിച്ചു വരുമ്പോൾ പങ്കെടുക്കാമോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ആദ്യത്തേത് എന്ത് കാരണത്താൽ താമസിക്കുന്നു എന്നുള്ളതാണ് അത്ര പ്രധാനപ്പെട്ട. നമ്മുടേതല്ലാത്ത കാരണത്താൽ നമ്മൾ താമസിച്ചു വരേണ്ടി വരുന്നു, അത് കർത്താവിന് മനസ്സിലാകുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ഇനി നമ്മൾ യാമപ്രാർത്ഥനയ്ക്ക് വരുമ്പം അതിൻ്റെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞുപോയി. അപ്പോൾ നമ്മൾ അതെടുത്തിട്ട് ഇതിനെക്കുറിച്ച് സഭയ്ക്ക് അങ്ങനെ കൃത്യമായ നിയമങ്ങളൊന്നുമില്ല. ഞാൻ ചുമ്മാ വെറുതെ ഒരു പാസ്റ്ററൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ അവരുടെ കൂടെ ചേരുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നത്. അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് സമയമുണ്ടെങ്കിൽ ഇപ്പോൾ അവസാന ഭാഗത്തെത്തി അവസാനത്തെ 2 മിനിറ്റിനകത്ത് അപ്പം സമയമുണ്ടെങ്കിൽ നമുക്കത് മുഴുവനും വീണ്ടും ഒരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഉചിതം. അച്ഛൻ തുടങ്ങിയ സമയത്തൊക്കെ ഓടി വരുന്നു, തുടങ്ങിപ്പോയി, സാരമില്ല, അതിന്റെ കൂടെ ബാക്കി കൂട്ടത്തിൽ അങ്ങ് പോയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി സമൂഹം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നമ്മൾ മാത്രം ആദ്യത്തെ നിന്ന് വേഗത്തിൽ ഓടി ഒപ്പത്തിലെത്താൻ ശ്രമിച്ചു നോക്കേണ്ട കാര്യം ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്. ശരിയായിരിക്കട്ടെ. ചോദ്യം ഏതാണ്? ഇപ്പൊ മാമോദിസയില് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു, പക്ഷെ പാപങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ കുമ്പസാരിച്ച് വൈദികന്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമോ? പിന്നത്തെ ഒരു ചോദ്യം ഇങ്ങനെയാണ്, കാരണവന്മാരെ ഇപ്പൊ നമ്മളെ ബഹുമാനിക്കുന്നില്ല, അപ്പൊ നമ്മളെ കുടുംബത്തിൽ അനുഗ്രഹം കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ എന്നാണ് എനിക്ക് 2 ചോദ്യം. ഇപ്പൊ വ്യക്തികളുണ്ടല്ലോ.
ഓക്കെ, ആദ്യത്തെ എന്തായിരുന്നു? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. പരിശുദ്ധ മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചപ്പോ ഉം. ആ, ആദ്യ ആ, സങ്കീർത്തന 51:11 പറയുന്ന പോലെ. അതായത് ഇത് ശരിക്കും എങ്ങനെയാന്ന് വെച്ചാല് പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൗദാശികമായി നൽകപ്പെട്ടാൽ എപ്പോഴും ആത്മാവ് നമ്മുടെ ഉള്ളിൽ മായാത്ത മുദ്രയായി ഉണ്ടാകും. പക്ഷേ പരിശുദ്ധാത്മാവിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയാത്തതുപോലെ നിർവീര്യമാകുക എന്നാണ് നമ്മൾ പറയാം. എന്ന വാക്ക് ഉപയോഗിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കാൻ പറ്റാത്ത പോലെ, നമ്മൾ കേൾക്കാത്ത പോലെ, പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കാൻ കഴിയാത്ത പോലെ, നമ്മളെ വിശുദ്ധീകരിക്കാൻ കഴിയാത്തതുപോലെ, പരിശുദ്ധാത്മാവ് തൻ്റെ ഫലങ്ങളൊന്നും നമുക്ക് തരാൻ കഴിയാത്തതുപോലെ നമ്മളായി മാറും. അതായത് ഉണ്ട്, പക്ഷെ നമുക്കൊരു കാര്യമില്ല. ചാരം മൂടിയ കനൽക്കട്ടയെ കുറിച്ചൊക്കെ പറഞ്ഞാൽ അതിന് ചൂടുണ്ടാവത്തില്ല. അത് വീണ്ടും ജ്വലിപ്പിക്കുമ്പോൾ അത് വീണ്ടും നമ്മിൽ പരിശുദ്ധാത്മാവ് ന്റെ ഫലങ്ങൾ, പ്രവൃത്തികൾ നമ്മിൽ നടക്കാൻ തുടങ്ങും. അങ്ങനെയാണ്, അല്ലാണ്ട് പോയിട്ട് വീണ്ടും വരുവല്ല ചെയ്യുക എന്നാണ് അതിനെക്കുറിച്ച്. രണ്ടാമത്തേത് മാതാപിതാക്കളെ ബഹുമാനിക്കാതിരുന്നാൽ എന്നാണ് പറഞ്ഞത് അല്ലെ. ബഹുമാനിക്കാതിരുന്നാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ കൃപ കുറയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. അതായത് അത് ദൈവകൽപ്പനയുടെ ഭാഗമാണ്. നമ്മൾ അതിനെ അവഗണിക്കുന്നത് വഴി കൽപ്പനകളുടെ ലംഘനമാണ് സ്നേഹത്തിന്റെ ലംഘനം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും. അപ്പൊ കൽപ്പനകൾ പാലിക്കാതിരിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. ദൈവത്തെ സ്നേഹിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഒരാൾക്ക് സ്വീകരിക്കുന്നതിന് തടസ്സമായി മാറുകയും ചെയ്യും. തീർച്ചയായും. സ്വീകരിക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്. നമ്മള് ഈശോയുടെ കൂടെ ശിഷ്യന്മാര് 3 വർഷം താമസിച്ചിട്ടും അവർക്കുണ്ടാകാതിരുന്ന ധൈര്യം പരിശുദ്ധാത്മാവിനെ ഈശോ നിശ്വസിച്ചു കഴിഞ്ഞപ്പോഴും ഉണ്ടായില്ല. പക്ഷെ പന്തക്കുസ്തായിലൂടെയാണ് അവർക്കത് കിട്ടിയത്. അപ്പൊ അത് എന്താണ് അവിടെ ഉണ്ടായിരുന്ന വ്യത്യാസം? അതായത് അത് ഈ മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സ്പിരിറ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അതാണ് സംഭവിച്ചുള്ളൂ. അതായത് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് അന്നേരമല്ല. പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നത് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ടാണ്. അങ്ങ് പറഞ്ഞ പോലെ തന്നെ അത് പൂർണ്ണമായി ശരിയാണ്. പരിശുദ്ധ റുഹായെ നൽകുന്നത് അവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ റുഹായെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാർക്കാണ് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കർത്താവ് അവരോട് ഒരുങ്ങാൻ ആവശ്യപ്പെടും. അവരുടെ ആ ഒരുക്കവും പരിശുദ്ധാത്മ സഹായത്തിൽ നടക്കുന്ന കാര്യമാണ്. പെന്തക്കോസ്താ തിരുനാൾ വരെ അവരെ ഒരുക്കുന്നതും പരിശുദ്ധാത്മാവാണ്. അത് ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കണം, അവരുടെ മാനുഷികമായ ബുദ്ധിയിലും ആത്മാവിലും അവർ അതുവരെ കണ്ടറിഞ്ഞ, കേട്ട് പഠിച്ച മിശിഹാ രഹസ്യങ്ങളെ അവരുടെ ആത്മാവിന്റെ ഭാഗമായി ഉറപ്പിക്കുന്ന, പതിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നിരിക്കും അത്. അതുകൊണ്ടാണ് നിങ്ങൾ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്നൊക്കെ കർത്താവ് അവരോട് പറഞ്ഞു. നിങ്ങൾ അവിടെ തന്നെ വസിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം ഇത്രയും നാൾ അവർ ഭയങ്കര കലുഷിതമായി പല സംഭവങ്ങൾക്കകത്തോടെ അവരിങ്ങനെ കടന്നുപോയി. ഈശോയുടെ കൂടെ നടക്കുന്നു, ജനക്കൂട്ടം, കുരിശുമരണം, ഉത്ഥാനം, അത്ഭുതങ്ങൾ, ഇങ്ങനത്തെ ഒരു ബഹളത്തിനകത്ത് അവരിങ്ങനെ പോകുന്നു. ഒടുവിൽ അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ അതിന്മേൽ ധ്യാനിക്കുന്നു. എന്നിട്ട് പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ അവർ അനുവദിച്ചു കൊടുക്കുന്നു. ആത്മാവ് അവരുടെ ഓർമ്മകളെ വീണ്ടും റീഷഫിൾ ചെയ്ത് ശുദ്ധീകരിക്കുന്നു. എന്നിട്ട് അവരെ പ്രവർത്തന സജ്ജരാക്കി പുറത്തേക്ക് വിടുന്നു. ഇങ്ങനെ ഒരു വലിയ പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടായിരിക്കണം അവരിൽ പ്രകടമായതൊന്നും കാണാത്തത്. അതുവരെ അവരുടെ ആന്തരികമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. ഉള്ളിൽ നിറഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പം അതിനകത്ത് അങ്ങനെ പ്രക്രിയ ആവശ്യമുണ്ട്. കാരണം പരിശുദ്ധാത്മാവ് ഉത്ഥാന വെളിച്ചത്തിൽ അവരെ പഴയ സംഭവങ്ങളുടെ അർത്ഥങ്ങൾ അവരെ ബോധ്യപ്പെടുത്തണമായിരുന്നു, അവരെ ജ്വലിപ്പിക്കണമായിരുന്നു. അവരാണ് ശരിക്കും കത്തി ജ്വലിക്കുന്നത്. അതായത് ഒരു 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 കനലിനെ ഊതി അവസാനം ആളിക്കത്തുന്നത് പോലെ അവരുടെ ഉള്ളിലുണ്ടായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഊതപ്പെട്ട് അവസാനം പെന്തക്കോസ്താ തിരുനാളിൽ ആളിക്കത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ വേണേ പറയാം. സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ഞാൻ ചോദിക്കുന്നത് നമ്മൾ അച്ഛൻ എടുക്കുന്ന ക്ലാസ് വളരെ ഈഡിറ്റതാണ്. ശരിക്കും ഗഹനമായ നോളജാണ് കിട്ടുന്നത്. നമുക്ക് സാധാരണ നമ്മുടെ ബുദ്ധിക്ക് ഗ്രഹിക്കാൻ അപ്പുറമായ ഒരു ആഗ്രഹമാണ് ബോധ്യമാണ് തരുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട് അച്ഛൻ, നമ്മൾ ഈ പുരോഹിതർ ധരിക്കുന്ന ഊറാറ സുനാറയ്ക്ക് മേലാണോ സുനാറയ്ക്കുള്ളിലാണോ ധരിക്കുന്നത്? അത് രണ്ട് നമ്മുടെ സുറിയാനി സഭയിൽ തന്നെ രണ്ട് രീതിയിലും ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൽ കറക്റ്റായിട്ടുള്ളത് ഏതാണെന്നൊന്ന് പറയാമോ? ഊറാറ സുനാറയ്ക്ക് മേലും പിന്നെ ഉള്ളിലുമായിട്ട് ഇടുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് കൃത്യമാക്കണം. പിന്നെ അത് കൂടാതെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ ഈ പ്രസംഗത്തിന് ശേഷമാണോ അറിയിപ്പുകൾ അറിയിക്കേണ്ടത്, അത് കുർബാന ശേഷമാണോ
ഓക്കെ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തിരുവസ്ത്രങ്ങളെക്കുറിച്ചൊക്കെയുള്ള സഭയുടെ നിർദ്ദേശം അത് മുകളിൽ ധരിക്കുന്നു എന്നുള്ളതാണ്. ഒരാള മുകളിൽ ധരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് നൽകപ്പെട്ട ക്രമത്തെ സൂചിപ്പിക്കുന്നത്. പൗരോഹിത്യ വസ്ത്രം അതിൻ്റെ മുന്നിൽ കാർമ്മികൻ ധരിച്ചിരിക്കുന്നു. അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാര്യങ്ങൾ. ഞാൻ അതിനെക്കുറിച്ച് ഈ വസ്ത്രങ്ങളെക്കുറിച്ചും അതിൻ്റെ റൂബ്രിക്സിനെ കുറിച്ചും ഒക്കെ കുറച്ചുകൂടെ നമ്മൾ ചില ക്ലാസ്സുകൾ തന്നെ അതിൻ്റെ തിയോളജി ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് പറയാം. പക്ഷെ ഇതിനെക്കുറിച്ച് ചോദിച്ചതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അതിൻ്റെ മുകളിൽ ധരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ക്രമം എന്നുള്ളതാണ്. രണ്ടാമത് ചോദിച്ചത് അറിയിപ്പുകൾ പറയേണ്ടത് എവിടെയെന്നാണ്. അറിയിപ്പുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പലപ്പോഴും കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടാണ് പൊതുവിൽ അച്ഛന്മാർ പലപ്പോഴും പറയാറൊക്കെ ഉള്ളത്. വേണമെങ്കിൽ കുറച്ചുകൂടി ഉചിതമായി സാഹചര്യമൊക്കെ അനുവദിക്കുമെങ്കിൽ കുർബാന പൂർത്തിയായി ആശീർവാദത്തെ തുടർന്ന് ആളുകളോട് ഇരിക്കാൻ പറയുകയും അതിനകത്ത് പറയുകയും ചെയ്യാം. അറിയിപ്പുകൾ കുർബാനയുടെ ഒരു ലിറ്റർജിയുടെ ഭാഗമല്ല, പക്ഷേ കാർമ്മികന്റെ ബലിയർപ്പണത്തോട് തന്നെ ചേർന്ന് നിൽക്കേണ്ട ഒരു ഭാഗമാണ് അത്. കാരണം ഇത് വെറുതെ ഒരു ബലിയർപ്പിച്ച് പോകുക, അങ്ങനെ ഒരു ബലിയർപ്പണത്തിൽ പങ്കെടുത്തിട്ട് പോകുക എന്നുള്ളതല്ല, പകരം അതിനേക്കാൾ കൂടുതൽ അവരുടെ കൂട്ടായ്മയുടെ ഭാഗമാണ്. അവർ ഒരുമിച്ച് കൂടിയിരുന്നത് അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന, ഈ 4 കാര്യങ്ങൾക്കാണ് അവർ ഒരുമിച്ച് കൂടിയിരുന്നത്. അപ്പോൾ ആ കൂട്ടായ്മയുടെ ഭാഗമാണ്. കൂട്ടായ്മ എങ്ങനെ വർദ്ധിപ്പിക്കണം. നാളെ അടുത്ത മാസം നമുക്ക് തിരുനാൾ വരുന്നുണ്ട്, അതിനകത്ത് നോക്കണം. ഇങ്ങനെ തുടങ്ങുന്ന കാര്യം കൂട്ടായ്മ വർദ്ധിപ്പിക്കലാണ്. അപ്പം അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മ, തിരുസഭയുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള ബോധ്യം കൊടുക്കലിനകത്ത് ഈ പറഞ്ഞ അറിയിപ്പുകളും ഉണ്ട്. അപ്പം അതുകൊണ്ട് അറിയിപ്പുകൾ ഒരു അവഗണിക്കപ്പെടാവുന്ന ഒരു കാര്യമല്ല. പിന്നെ രൂപതാധ്യക്ഷന്റെ നിർദ്ദേശം അനുസരിച്ച് അത് ചെയ്യാം. ഉചിതമായിട്ട് വേണമെങ്കിൽ സാഹചര്യമൊക്കെ അനുവദിക്കുന്നെങ്കിൽ പലപ്പോഴും എന്നാ പറ്റുകയെന്ന് പറഞ്ഞാൽ ആശീർവാദം കഴിഞ്ഞപാടെ എല്ലാവരും അങ്ങ് ഉറങ്ങി ഓടുകയൊക്കെ ചെയ്യാറൊക്കെയാണ്. ആളുകളെ കുറച്ചുകൂടെ പരിശീലിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ട് കുർബാന സ്വീകരണത്തിന്റെ സമയത്തെ, അതായത് ശരിക്കും പറഞ്ഞാൽ ആ സമാപനാശീർവാദം കഴിഞ്ഞ് അവിടെ കുറച്ചു നേരം നിശബ്ദമായിരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. കുർബാന കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കഴിയുമ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരുങ്ങി കഴിയുമ്പം അച്ഛൻ മറ്റു നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. അങ്ങനെ അച്ഛൻ അവരെ പറഞ്ഞയക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് അതിൻ്റെ കുറച്ചുകൂടെ ശരിയായ ഉചിതമായ രീതിയായി മാറാവുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങയുടെ ആത്മദാനത്തിൻ്റെ, അങ്ങയുടെ സ്വർഗീയ രഹസ്യങ്ങളുടെ അനുഭവമാകുന്ന ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് സെമിനാരി പരിശീലനത്തിലും അത് പരികർമ്മം ചെയ്യുന്ന വൈദികർക്കും സന്യസ്തർക്കുമൊക്കെ വളരെ ആഴത്തിലുള്ള ബോധ്യങ്ങൾ അവിടുന്ന് പ്രദാനം ചെയ്യണമേ. ആ ബോധ്യങ്ങളിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പരികർമ്മം ചെയ്യാനും ദൈവജനത്തെ നയിക്കാനും ഒക്കെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കൂട്ടായ്മയെ അവിടുന്ന് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംസർഗവും എല്ലാവരോടും കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.